ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. എല്ലാവരും വരുന്നതിന് മുമ്പ് ശങ്കരാചാര്യരെ കുറിച്ചിട്ടുള്ള തോടകാഷ്ടകം ചൊല്ലാം. ഓം. വിദിതാഖില ശാസ്ത്രസുധാ ജലധേ महितोपनिषत्कथितार्थनिधे हृदये कलये विमलं चरणं भव शंकर देशिक मे शरणम् करुणावरुणालय पालय माम् भवसागर दुःख विदूनहृदम् रचयाखिल दर्शन तत्त्वविदम् भव शंकर देशिक मे शरणम् भवता जनता सुहिता भविता निज बोध विचारण चारुमते कलयेश्वर जीव विवेक विदम् भव शंकर देशिक मे शरणम् भव एव भवानिति मे नितराम् समजायत चेतसि कौतुकिता मम वारय मोहमघाजलधिम् भव शंकर देशिक मे शरणम् सुकृतेऽधिकृते बहुधा भवतो भविता समदर्शनलालसता अतिदीनमिमं परिपालय माम् भव शंकर देशिक मे शरणम् जगतीमवितुं कलिताकृतयो विचरन्ति महामहसच्छलता अहिमां सुरिवात्र विभासि गुरो भव शंकर देशिक मे शरणम् गुरुपुंगव पुंगवकेतनते समतामयतां नहि कोऽपि सुधीः शरणागत वत्सल तत्त्वनिधे भव शंकर देशिक मे शरणम् विदिता न मया विशदैककला न च किञ्चन काञ्चनमस्ति गुरो द्रुतमेव विधेहि कृपां सहजाम् भव शंकर देशिक मे शरणम् भव शंकर देशिक मे शरणम् भव शंकर देशिक मे ശരണം. ഹരി ഓം. ഒരു മിനിറ്റ് വെള്ളം തരാം.
നാരായണ. നാരായണ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ശ്രീഗുരുഭ്യോ നമഃ. നാരായണ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഇന്നലെയും കുറച്ച് തിരക്കിലായിരുന്നു. ഇന്നും ഇത്ര നേരം തിരക്കുകളുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് സ്വതന്ത്രനായത്. നമ്മുടെ ഭാഗവത ജ്ഞാനഗംഗ വൈകുന്നേരം ചെയ്യാം. രാവിലെ ഒന്ന് ദൂരെ 2 പരിപാടികൾക്ക് പോകേണ്ടതായിരുന്നു. അത് തിരക്ക് കാരണം പറ്റിയില്ല. അല്ലെങ്കിൽ ഒന്ന് മറന്നേ പോയി. അത് പിന്നീടാണ് വിളിച്ചപ്പോഴാണ് അറിഞ്ഞത്. പൂർണ്ണാനന്ദ സ്വാമികളുടെ മഞ്ഞപ്ര ശ്രീരാമകൃഷ്ണ ആശ്രമം പൂർണ്ണാനന്ദ സ്വാമികളുടെ അടുത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അദ്ദേഹം നേരത്തെ പറഞ്ഞു വെച്ചിരുന്നതാണ്. പക്ഷേ ഇന്നലെയും മിനിഞ്ഞാന്നൊന്നും റിമൈൻഡ് ചെയ്യാത്തതുകൊണ്ട് മറന്നുപോയി. അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു. 10 മണിക്ക് എത്തേണ്ടതായിരുന്നു, പോയില്ല. അതുപോലെ വേറെയും ഗുരുവായൂരിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതും പോയില്ല. എന്തായാലും സാരമില്ല. ഇന്ന് ഇങ്ങനൊരു സ്പെഷ്യൽ പരിപാടിയാണ്. നമ്മുടെ റെഗുലർ ക്ലാസ്സുകളിൽ നിന്ന് മാറി ഒന്ന് ചിന്തിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി പ്രത്യേകം നടത്തേണ്ടി വന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയേണ്ട വിഷയമാണ്. അപ്പം അതിന് ഞാൻ തന്നെ എൻ്റെ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, FB-ൽ ചിദാനന്ദപുരി സ്വാമിജിയുടെ ഒരു ചെറിയ പ്രസ്താവന. അത് ഞാൻ ഒന്ന് വായിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്തവർക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അത് വായിച്ച ശേഷം നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം. കേരളത്തിലെ മാർഗദർശക മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം സന്യാസി ശ്രേഷ്ഠർ പങ്കുചേർന്നതും ഏറെക്കുറെ എല്ലാ ആശ്രമങ്ങളുടെയും പ്രാതിനിധ്യം ഉണ്ടായതും ധർമ്മശാസ്ത്ര പ്രചരണം ചെയ്തുകൊണ്ട് വസിക്കുന്നവരും സാമ്പ്രദായികമായി സന്യസിച്ചവരുമായവരിൽ ബഹുഭൂരിഭാഗം പേർ പങ്കെടുത്തതുമായ ഒരു സമ്മേളനമായിരുന്നു 24/3/2024 തൃശ്ശിവപേരൂരിൽ നടന്നത്. അങ്ങനെയുള്ള സമ്മേളനത്തിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ വിശദീകരിച്ച സന്ദേശത്തെയോ അതിൽ അവതരിപ്പിച്ച് അംഗീകരിക്കപ്പെട്ട 2 പ്രമേയങ്ങളെയോ വിളംബരമായി 5 ശീർഷകങ്ങളിലായി സമൂഹത്തിനു മുമ്പാകെ സമർപ്പിച്ച ധർമ്മജാഗരണകരങ്ങളായ അനേകം ആശയങ്ങളെയോ അറിയാനോ വിചാരം ചെയ്ത് മനസ്സിലാക്കാനോ ശ്രമിക്കാതെയും ആര് എന്തിനു വേണ്ടി പറയുന്നു എന്ന് പോലും ചിന്തിക്കാതെയും
സന്യാസിമാർക്കും ആചാര്യന്മാർക്കും സമൂഹത്തിൽ പ്രാമാണികത ഇല്ലാതാക്കാനും ഹൈന്ദവ സമാജത്തിൽ വ്യാമോഹവും ശൈഥില്യവും വളർത്താനും സമ്മേളനത്തിന്റെ ഹൈന്ദവ ജാഗരണത്തിനുള്ള സന്ദേശങ്ങളെ അപ്രസക്തമാക്കാൻ പരിശ്രമിക്കാനും വേണ്ടി മാധ്യമ വിധർമ്മികൾ ഉയർത്തിക്കാണിച്ച ഷർട്ടിൽ നമ്മുടെ വളരെയേറെ പ്രിയങ്കരരായ സനാതന ധർമ്മപ്രവർത്തകർ കൂടി വീണുപോവുകയും സന്യാസി ശ്രേഷ്ഠരുടെ ഇതഃപര്യന്തമുള്ള പ്രവർത്തനങ്ങളെയും അവയുടെ ഫലങ്ങളെയും വിസ്മരിച്ചുകൊണ്ടും പ്രാപ്യരായവരെ നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാതെയും വൈകാരികമായി വിമർശിക്കുകയും പൊതുവായ സൈബർ ഇടങ്ങളിൽ അപഹസിക്കുകയും ചെയ്യുന്ന നടപടിയിൽ അഗാധമായ ഖേദം രേഖപ്പെടുത്താതെ വയ്യ. സ്വാമി ചിദാനന്ദപുരി, അധ്യക്ഷൻ, മാർഗദർശക മണ്ഡലം. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു മഹാത്മാവിന് ഖേദം ഉണ്ടാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന് മാത്രമല്ല, കേരളത്തിലെ സന്യാസി സമൂഹത്തിന് മുഴുവൻ ഒരു ഖേദമുണ്ടാക്കുന്ന രീതിയിലാണ് നമ്മുടെ ഇടയിൽ തന്നെ വളരെ നല്ല രീതിയിൽ ഹൈന്ദവ ആചാര്യന്മാരായും അല്ലെങ്കിൽ ഹൈന്ദവർക്ക് വേണ്ടി ശബ്ദമായിരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായിരിക്കുന്ന നമ്മളൊക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ കൂട്ടത്തിൽ ഒന്നിച്ച് നിൽക്കേണ്ടവരായിട്ടുള്ള ആളുകൾ തന്നെ വളരെ വികലമായി പരിഹാസ്യമായ രീതിയിലൊക്കെ വെറും ആ പത്രവാർത്തയെ മാത്രം അവലംബമാക്കിക്കൊണ്ട് അവരുടേതായിട്ടുള്ള മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ വിവിധങ്ങളായ പ്രസ്താവനകൾ പരിഹാസ്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാം കണ്ടു കാണും, ഞാനും കണ്ടു. അപ്പം തുടങ്ങിയതാണ് നമുക്ക് ആ ഒരു വിഷമം, ഒരു ഖേദം. കാരണം നമ്മൾ സ്നേഹിക്കുന്നവർ, നമ്മൾ ബഹുമാനിക്കുന്നവർ, നമ്മൾ കൂടെ നിർത്തുന്നവർ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒപ്പം മുന്നിൽ നിന്ന് നയിക്കേണ്ടവർ ആയിട്ടുള്ളവർ ഇങ്ങനെ വിപരീതമായിട്ട് പെരുമാറിയപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വലിയൊരു സമ്മേളനം നടത്തിയിട്ട് അതിനെ എന്താ പറയുക, പ്രയോജനരഹിതം എന്ന് മാത്രമല്ല, അതൊരു പൊതുവേദികളിൽ പരിഹാസ്യവുമാക്കി തീർക്കുന്ന പ്രവൃത്തിയാണ്. അപ്പം അതിനെ ഒന്ന് നമ്മുടെ ഖേദം പ്രകടിപ്പിക്കാനും അപലപിക്കാനും അവരോട് അവർ ചെയ്തതായിട്ടുള്ള ഈ കുരുത്തക്കേട് എന്ന് തന്നെ പറയേണ്ടി വരും, അത് തിരുത്താനും ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ സനാതനധർമ്മത്തിൽ സന്യാസികൾ എന്ന് പറയുന്നതാണ് ഏറ്റവും ഉയർന്ന തലത്തിൽ മാനിക്കപ്പെടുന്നതായിട്ടുള്ള ആ ഒരു വ്യവസ്ഥ. ആ സന്യാസിമാര്, അതും കേരളത്തിലെ എല്ലാ മഠങ്ങളുടെയും പ്രതിനിധികൾ മാത്രമല്ല, മറ്റ് അംഗങ്ങളും എല്ലാവരും മനസ്സിരുത്തി പങ്കെടുത്ത 400ഓളം സന്യാസിമാർ, കേരളത്തില് 500-ലധികം സന്യാസിമാരുണ്ട് മൊത്തത്തിൽ. അതിൽ 400-ഓളം അധികം ആളുകൾ പങ്കെടുത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവരെയും അവഹേളിക്കുന്ന രീതിയിലുള്ള ആ ഒരു പെരുമാറ്റം കുരുത്തക്കേട് തന്നെയാണ്. അങ്ങനെ ആവാൻ പാടില്ല. ഹിന്ദു സമൂഹത്തിൽ നായകത്വം വഹിക്കുന്നവർ തന്നെ ഹിന്ദുക്കൾക്ക് വേണ്ടി നല്ല ശബ്ദത്തിൽ സംസാരിക്കുന്നവരാണ്, പൊരുതുന്നവരാണ്, പല രംഗത്തും പൊരുതുന്നവരാണ്. അപ്പൊ അവർക്ക് ഈ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കണം. അത് അറിയിക്കാൻ കൂടിയാണ് എന്ന് ആദ്യമേ പറയട്ടെ. ഹൈന്ദവ സമൂഹം എന്ന് പറയുന്ന ഒരു വിരാട് രൂപമാണ്. ഭഗവാന്റെ വിശ്വരൂപം പോലെ ഈ വിശ്വം തന്നെ ഭഗവാന്റെ ശരീരമാണ്. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ഠ ദശാങ്കുലം എന്ന ആ പുരുഷ സൂക്തവാക്യങ്ങൾ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് വിരാട് ഹിന്ദു സമൂഹം. ഇതൊരു വിരാട് രൂപമാണ്. അപ്പൊ അതില് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സ്ഥാനങ്ങളുണ്ട്. ശിരസ്ഥാനത്തുള്ളവരുണ്ട്, കയ്യും കാലും മറ്റ് ശരീര അവയവങ്ങളുമായി പ്രവർത്തിക്കുന്നവരുണ്ട്, കണ്ണും കാതും മൂക്കും നാവുമായി പ്രവർത്തിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ഹിന്ദു സമൂഹം. അപ്പോൾ
എല്ലാ അംഗങ്ങളുടെയും പ്രവർത്തനം ഒരുപോലെയല്ല. ആണോ? കാതിന്റെ ധർമ്മമാണോ കണ്ണിന്റെ ധർമ്മമാണോ നാവിന്റെ ധർമ്മമാണോ മൂക്കിന്റെ ധർമ്മമാണോ കയ്യിന്റെ ധർമ്മമാണോ കാലിന്? അല്ല. ഓരോന്നിനും പ്രത്യേകം ധർമ്മങ്ങളാണ്. അപ്പൊ അതുപോലെയാണ് ഹിന്ദു സമൂഹത്തിലെ മൊത്തത്തില് അതിനെ നമ്മൾക്ക് കാണേണ്ടത്. അതിനെ ഒന്നിച്ചു നിർത്താനുള്ള ഒരു ശ്രമമാണ് ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ നടക്കേണ്ടത്. അതാണ് സന്യാസി സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിരാട് ശരീരത്തെ ഒന്നിച്ചു നിർത്താൻ, ഇതിന്റെ അവയവങ്ങൾ വികലമായി വിഘടിച്ചു പോകാതിരിക്കാൻ വേണ്ടി ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് സന്യാസി സമൂഹം പരിശ്രമിക്കുന്നത്. അതിനാദ്യം എന്തു വേണം? ആദ്യം വിഘടിച്ചു നിൽക്കുന്ന സന്യാസ സമൂഹത്തെ ഒന്നിപ്പിക്കണം. വേണ്ടേ? ഒന്നിച്ച് ഒരേ ശബ്ദത്തിൽ സന്യാസിമാര് സംസാരിക്കാൻ തുടങ്ങിയാലേ ബാക്കിയുള്ളവരും അത് അതിനെ ബഹുമാനിച്ചുകൊണ്ട് അതിനോട് പുറകെ പറയാനുണ്ടാവുള്ളൂ. കാരണം മൊത്തത്തിൽ ഹിന്ദു സമൂഹത്തിൽ ഭൂരിപക്ഷം പേരും സന്യാസിമാരെ ബഹുമാനിക്കുന്നവരാണ്. ഇനി നേരിട്ട് ശിഷ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ദൂരെ നിന്ന് ബഹുമാനപൂർവ്വം കാണുന്നവരാണ് ഹിന്ദു സമൂഹത്തിലെ നല്ലൊരു ഭൂരിപക്ഷം. അതുകൊണ്ട് ഹൈന്ദവരുടെ ഇടയിൽ സന്യാസിമാരുടെ ശബ്ദത്തിന്, അവരുടെ വാക്കുകൾക്ക് ഒരു ഗരിമയുണ്ട്, ഗുരുത്വം ഉണ്ട്. അവരുടെ മഹത്വത്തോടുകൂടി തന്നെ അത് അംഗീകരിക്കും. എപ്പോഴും എല്ലാവരുടെയും ആവലാതിയാണ്. എവിടെ പോയാലും ഈ സന്യാസിമാരെന്താ സമൂഹത്തിൽ മുന്നോട്ട് വരാത്തത്? സന്യാസിമാരെന്താ ഞങ്ങളുടെ ഹിന്ദുക്കളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്തത്? സന്യാസിമാരെന്താ ആശ്രമങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ പല വിമർശനങ്ങൾ ഞങ്ങൾ കേൾക്കാറുണ്ട്. വാസ്തവത്തിൽ സന്യാസിമാർ പ്രവർത്തിക്കുന്നത് കാണുന്നില്ല ഇങ്ങനെ പറയുന്നവർ, ഇങ്ങനെ വിമർശിക്കുന്നവർ. ഇവിടെ ഭാരതത്തിന്റെ ഏത് കാലത്തെ ചരിത്രത്തിലും നോക്കിയാലും സന്യാസിമാരുടെ പ്രവർത്തന ഫലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ശങ്കരാചാര്യരിൽ നിന്ന് തുടങ്ങി വിവേകാനന്ദ സ്വാമികളിലൂടെയും ചിന്മയാനന്ദ സ്വാമികളിലൂടെയും അല്ലെങ്കിൽ കേരളത്തിൽ ആഗമാനന്ദ സ്വാമികളിലൂടെയും അതിനു മുമ്പേ ശ്രീനാരായണ ഗുരുദേവനിലൂടെയും ചട്ടമ്പി സ്വാമികളിലൂടെയും അവരൊക്കെ സന്യസ്തരാണ്. അവർ ജീവിതം സനാതന ധർമ്മത്തിന് വേണ്ടി സമർപ്പിച്ചവരാണ്. അവർക്ക് വ്യക്തിപരമായിട്ടുള്ള യാതൊരു താല്പര്യവുമില്ല, അജണ്ടകളുമില്ലാതെ സമൂഹത്തിന് വേണ്ടിയും ആത്മനോ മോക്ഷായ ജഗത് ഹിതായ ച എന്ന ആ ഒരു ഉപനിഷത്ത് മന്ത്രത്തെ സ്വാംശീകരിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തികൾ ചെയ്തവരാണ്. സ്വന്തം മോക്ഷത്തിനായിക്കൊണ്ടും അതോടൊപ്പം തന്നെ ലോകഹിതത്തിനായിക്കൊണ്ടും സനാതനധർമ്മത്തെ നിലനിർത്താൻ, അതിനെ പോഷിപ്പിക്കാൻ, അതിൽ വന്നു ചേർന്നിട്ടുള്ള അനാചാരങ്ങളും അഴുക്കുകളും എല്ലാം ശുദ്ധീകരിക്കാനും ദൂരീകരിക്കാനുമായിട്ട് പ്രയത്നം ചെയ്തവരുമാണ്. ആഗമാനന്ദ സ്വാമികളെ പോലൊരു മഹാത്മാവ് കേരളം മുഴുവൻ കൊടുങ്കാറ്റായി പ്രസംഗിച്ച് നടന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള ചിന്മയാനന്ദ സ്വാമികൾ ലോകം മുഴുവൻ സനാതനധർമ്മം പ്രചരിപ്പിക്കാൻ നടന്ന ആളാണ്. അതുപോലെ രംഗനാഥാനന്ദ സ്വാമികൾ രാമകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് വരെയായ രംഗനാഥാനന്ദ സ്വാമികൾ, അങ്ങനെ ചെറുതും വലുതുമായിട്ട്, അതുപോലെ ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി സ്വാമി തിരുവടികൾ ചെങ്കോട്ടുകോണം, ഒരു കാലത്ത് ഹൈന്ദവരുടെ മുഴുവൻ ഒരു പ്രതീക്ഷയായിരുന്ന, എല്ലാവരെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോയിരുന്ന ഒരു മഹാത്മാവായിരുന്നു ചെങ്കോട്ടുകോണം സ്വാമികൾ. അപ്പം അങ്ങനെ സന്യാസിമാരാണ് ഇവിടെ സമൂഹത്തിൽ വലിയ വലിയ പരിവർത്തനങ്ങൾ വരുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഓരോ പ്രവർത്തനങ്ങൾക്കും. ഇപ്പോ ഈ കാലത്ത് അതിന് ഏറ്റവും അധികം നേതൃത്വം കൊടുക്കുന്നതാണ് നമ്മുടെ സംപൂജ്യ ചിദാനന്ദപുരി സ്വാമികൾ. അദ്ദേഹത്തിന്റെ ആ ഒരു പരിപൂർണമായിട്ടുള്ള ഒരു സമർപ്പണം അത് അടുത്തറിയുന്നവർക്കറിയാം. അദ്ദേഹത്തിന്റെ വേണമെങ്കിൽ അദ്ദേഹത്തിന് വെറും പ്രഭാഷണങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് വേദാന്ത ആചാര്യൻ മാത്രമായിക്കൊണ്ട് ആശ്രമത്തിലിരിക്കാം, അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾക്ക് വലിയ തോതിൽ ഇറങ്ങി നടന്നുകൊണ്ട് പോകാം. എന്ന് വെച്ചാൽ വേദാന്ത പ്രഭാഷണങ്ങളായി നടക്കാം. പക്ഷെ അദ്ദേഹം അങ്ങനെയുള്ളതിനേക്കാൾ കൂടുതൽ ധാർമ്മികമായ കാര്യങ്ങളിലാണ് ഇടപെടുന്നത്. അദ്ദേഹം നടത്തുന്ന പ്രഭാഷണ പരമ്പരകൾക്ക് തന്നെ അദ്ദേഹം പേര് വച്ചിരിക്കുന്നത് ധർമ്മപ്രഭാഷണ പരമ്പര എന്നാണ്. അല്ലാതെ
വേദാന്ത പ്രഭാഷണ പരമ്പരകളല്ല സ്വാമിജി നടത്തുന്നത്. എന്തുകൊണ്ട് വെച്ചാൽ വേദാന്തം ഗുരുകുലത്തിൽ അദ്ദേഹം ഇരുന്ന് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ വേണ്ടവർ അവിടെ അന്വേഷിച്ച് എത്തുന്നുണ്ട്. വേണ്ടവർക്ക് അവിടെ അന്വേഷിച്ച് എത്തണം. പ്രാപ്യ വരാൻ നിബോധത എന്നാണ് ഉപനിഷത്തും പറഞ്ഞത്. തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവ അഭിഗച്ഛേത് സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ആ തത്വം അറിയണമെങ്കിൽ പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്തി അകൃത കൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. അപ്പോ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി മുമുക്ഷുക്കളാവുന്ന വിദ്യാർത്ഥികൾ അവരെന്ത് ചെയ്യണം? അവർ ഗുരുകുലത്തിൽ ഗുരുവിനെ സമീപിക്കണം. വേണ്ട പോലെ തദ്വിദ്യ പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനഃ തത്വദർശിനഃ. ഇങ്ങനെയാണ് ഗീതയിലും ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഗുരുകുലത്തിൽ ചെന്ന് അന്വേഷിച്ച് നേടേണ്ട വിദ്യയാണ് ബ്രഹ്മവിദ്യ, വേദാന്തം, ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം മുതലായ പ്രസ്ഥാനത്രയങ്ങളൊക്കെ ആശ്രമങ്ങളിൽ വെച്ച് പഠിക്കേണ്ടതാണ്. അല്ലാതെ പൊതുജനമധ്യത്തില് പബ്ലിക് ആയിട്ടുള്ള 10,000-കണക്കിനോ അല്ലെങ്കിൽ 1000-കണക്കിനോ ആളുകൾ പങ്കെടുക്കുന്ന വേദികളിൽ ചർച്ച ചെയ്യാനുള്ള വിഷയമല്ല വേദാന്തം. അതിന് അധികാരികളായിട്ടുള്ളവരോടാണ് അത് സംസാരിക്കേണ്ടത്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഹൈന്ദവ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത് ധാർമ്മിക ബോധമാണ് എന്ന് നല്ല ഉറപ്പുള്ള കാലം കൊണ്ട് പ്രവർത്തിച്ച് പരിചയമുള്ളതായുള്ള സ്വാമിജി ഈ ഭാരതം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. പല ആശ്രമങ്ങളിലും താമസിച്ചിട്ടുള്ള ആളാണ്. ഹിമാലയത്തിലൊക്കെ ഇഷ്ടംപോലെ താമസിച്ച് അനേക മഹാത്മാക്കളുടെ അനുഗ്രഹം നേടിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ചരിത്രം ശരിക്കും മനസ്സിലാക്കിയാൽ നമുക്കറിയാം എത്ര ത്യാഗപൂർണമായിട്ടുള്ള ഒരു സത്യാന്വേഷണ ജീവിതമാണ് അദ്ദേഹം നയിച്ചിട്ടുള്ളതെന്ന്. അതിൽ നിന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഉൾക്കാഴ്ച, വിശാല വീക്ഷണം, ദീർഘവീക്ഷണം, സൂക്ഷ്മദർശനം, ഇതൊക്കെ അദ്ദേഹത്തോട് അടുത്തടുത്തടുത്ത് അറിയുന്നവർക്കേ അറിയുള്ളൂ. അങ്ങനെയുള്ള അദ്ദേഹത്തെ ഇന്ന് കേരളത്തിലെ സന്യാസി സമൂഹം മുഴുവൻ ബഹുമാനിക്കുന്നു. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തി കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ ആ സ്വഭാവശുദ്ധി കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ ആ പ്രവർത്തന ശൈലി കൊണ്ടാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, ഹൈന്ദവ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആരെയും അദ്ദേഹം നിന്ദിച്ചു പറയുകയില്ല, അകറ്റി നിർത്തുകയില്ല. ഞങ്ങളോട് പോലും അദ്ദേഹം അതാ പറയാം. നമ്മൾ ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും ഒരു പരാതിയോ പരിഭവമോ കുറ്റമോ പറഞ്ഞാൽ സ്വാമിജി അതിനെ മാറ്റിയിട്ട് പറയും. എന്തായാലും അവരും ഹൈന്ദവ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ, നമ്മൾ അതുകൊണ്ട് അവരെ കൂടുതൽ പബ്ലിക്കായിട്ട് വിമർശിക്കരുത്, അവരെ ചേർത്ത് പിടിക്കണം എന്നുള്ള രീതിയിൽ സ്വാമിജി നമുക്ക് നല്ല ഉപദേശങ്ങൾ തരും. അദ്ദേഹത്തിന്റെ കൂടെ നടന്നിട്ടാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ആയിരിക്കണം എന്ന്. അദ്ദേഹത്തിന്റെ കൂടെ നടന്നാൽ, അദ്ദേഹത്തിന്റെ കൂടെ പരിപാടികളിൽ പങ്കെടുത്താൽ അപ്പൊക്കെ നമുക്ക് ബോധ്യമാവും. അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ തന്നെ ആത്മാർത്ഥമായ പരിപൂർണമായ ഒരു പരിശ്രമം കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ സന്യാസിമാരെല്ലാം ഒത്തുകൂടിയിരിക്കുന്നത്, ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ സന്യാസി സമൂഹത്തെയാണ് ചേർത്ത് നിർത്താൻ ഏറ്റവും പ്രയാസം. കാരണം മനുഷ്യന് അറിവും വിവേകവും കൂടുന്തോറും അഹങ്കാരവും കൂടും, അഭിമാനവും കൂടും, സ്വതന്ത്ര ചിന്തയും കൂടും. അതിനനുസരിച്ച് ഓരോരുത്തരും ഞാനാണ് വലുത്, ഞാനാണ് വലുത്, ഞാനാണ് വലുത് എന്നുള്ളതായിട്ടുള്ള ഭാവത്തില് എല്ലാവരും എന്റെ കീഴിൽ വരട്ടെ, ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കട്ടെ, ഞാൻ തന്നെയാണ് ജഗദ്ഗുരു എന്നൊക്കെ ഓരോരുത്തർക്കും തോന്നാം. ഈ സന്യാസിമാർക്കൊക്കെ അങ്ങനെയൊക്കെ തോന്നാവോ എന്ന് നിങ്ങൾ ചോദിക്കാം. പക്ഷെ ഒരു എന്താ പറയുക, ഓർഗനൈസേഷൻ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇൻഡിവിജ്വലി അവരൊക്കെ വളരെ നല്ലവരായിരിക്കും, നല്ല വിനയമുള്ളവരായിരിക്കും. പക്ഷെ അവരുടെ ഓർഗനൈസേഷനെ അവർ വളർത്താൻ ഉദ്ദേശിക്കുന്നു. ഓരോ ഓർഗനൈസേഷനും സമൂഹത്തിൽ എന്താ പറയുക ഓരോ സ്ഥാനം അർഹിക്കുന്നു. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ നമ്മൾ ചെറുതാക്കാൻ ശ്രമിച്ചാൽ അത് അവർ സമ്മതിക്കില്ല. അപ്പൊ എല്ലാ ഓർഗനൈസേഷനുകളും ചെയ്യുന്ന പ്രവൃത്തികളെ നമ്മൾ ഒരേപോലെ മാനിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആ വിരാട് രൂപത്തെ നമ്മൾ കാണണം. അപ്പൊ സന്യാസ പരമ്പരകളിൽ പല വൈവിധ്യങ്ങളുമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞാൽ നമ്മളെല്ലാം ശങ്കര പരമ്പരയാണ്, അദ്വൈത പരമ്പരയാണ്.
അദ്വൈത ആചാര്യന്മാരാണ്. മറ്റ് വിശിഷ്ടാദ്വൈതികൾ രാമാനുജ പരമ്പരകളിലുള്ളവരുണ്ട്. അതുപോലെ തന്നെ മാധ്വ പരമ്പരയിലുള്ള ദ്വൈതികളുണ്ട്. ഇങ്ങനെ മൂന്നായിട്ട് പറയാം. ഇനി ഈ അദ്വൈത പരമ്പരയിൽ തന്നെ എത്ര വിഭാഗങ്ങളാണുള്ളത്? ശൈവവും വൈഷ്ണവും ശാക്തേയവുമായിട്ടുള്ള സമ്പ്രദായങ്ങളിൽ അതിൽ തന്നെ അഘോരികളായിട്ട് അവധൂതന്മാരായിട്ട് എത്ര 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 സമ്പ്രദായങ്ങളാണുള്ളത്. അപ്പൊ ഇതിനെയൊക്കെ ഒന്നിച്ചു കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ വലിയ പണിയാണ്. എന്റെ ഗുരുനാഥൻ സ്വാമി ദയാനന്ദ സരസ്വതി അതിന് മുൻകൈയെടുത്ത ആളാണ്. ഈ എല്ലാ സമ്പ്രദായത്തെയും ഭാരതത്തിലുള്ള എല്ലാ പ്രധാന സമ്പ്രദായങ്ങളിൽപ്പെട്ടവരെയും ഏറ്റവും പ്രാചീനങ്ങളായിട്ടുള്ള ആശ്രമങ്ങളെയും ഒത്തുചേർത്ത് ഓൾ ഇന്ത്യ ആചാര്യസഭ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സഭ അദ്ദേഹം രൂപീകരിച്ചു. ഭാരതത്തിലെ പ്രധാന ആശ്രമങ്ങളെല്ലാം അതിൽപ്പെട്ടു. ഒരിക്കലും ഒത്തുകൂടാത്ത 4 ശങ്കരാചാര്യന്മാരെ ഒത്തുകൂടിപ്പിച്ചു ഒരു വേദിയിൽ. ശൃംഗേരി, പുരി, ബദരി, ദ്വാരക 4 ശങ്കരാചാര്യന്മാര്, കാഞ്ചി ശങ്കരാചാര്യര്, മറ്റ് ശങ്കരാചാര്യരുടെ കീഴിലുള്ള ഉപമഠങ്ങൾ ധാരാളമുണ്ട്. കർണാടകത്തിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ട്. ആ ഉപമഠങ്ങളിൽപ്പെട്ടവര്, അതുപോലെ മഹാമണ്ഡലേശ്വരന്മാർ എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിലും മറ്റു ഭാഗങ്ങളിലും നോർത്ത് ഇന്ത്യയിലുമായിട്ടുള്ള ഓരോ മഹാമണ്ഡലേശ്വരന്മാരും ഒരു ഹിമാലയം പോലെയാണ്. ആർക്കും മുമ്പിൽ ചെറുതാവുന്നവരല്ല. അവരെയൊക്കെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരു ഭഗീരഥ പ്രയത്നമായിരുന്നു. അത് ചെയ്തിട്ടുള്ള ആളാണ് നമ്മുടെ ഗുരുനാഥൻ സ്വാമി ദയാനന്ദ സരസ്വതി മഹാരാജ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രായം, അദ്ദേഹത്തിന്റെ ആരോഗ്യം, അദ്ദേഹത്തിന്റെ അറിവ്, അദ്ദേഹത്തിന്റെ സമൂഹത്തിലുള്ള മഹത്വം എല്ലാം മറന്നുകൊണ്ട് അദ്ദേഹം വളരെ ലളിതമായ രീതിയിൽ സിമ്പിളായിട്ട് താൻ തന്നെ ഈ പറഞ്ഞ മണ്ഡലേശ്വരന്മാരെയൊക്കെ നേരിട്ട് ചെന്ന് കാണുകയും ഈ പറഞ്ഞ ശങ്കരാചാര്യന്മാരെയൊക്കെ നേരിട്ട് കാണുകയും അവരെയൊക്കെ കൺവിൻസ് ചെയ്യിക്കുകയും ചെയ്തു. നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യം. നമ്മളൊക്കെ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും സമ്പ്രദായം വേറെ വേറെയാണ്. എങ്കിലും അതാണ് ഹിന്ദുവിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിഘടിച്ചു നിൽക്കുന്നതാണ്. നമ്മളെ തകർക്കാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ആരൊക്കെയാണോ മറ്റ് ഇവിടെ ഭാരതത്തിലെ മറ്റു മതങ്ങൾ ആധിപത്യം സ്ഥാപിക്കണമെന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകൾ, അവരുടെ ഉദ്ദേശ്യം ഈ സനാതനധർമ്മത്തെ തകർക്കാൻ നമ്മളെ വിഘടിച്ചു നിർത്തുക എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം കാലം വിഘടിച്ച് നിൽക്കുന്നുവോ, ഓരോരുത്തരും വേറെ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളെ നശിപ്പിക്കാൻ എളുപ്പമാണ്. അങ്ങനെ എന്താ പറയുക, ആടുകളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളും കുറുക്കന്മാരുമായിട്ടാണ് മറ്റ് മതം പ്രചരിപ്പിക്കുന്നവരും ആളുകളെ കൺവേർട്ട് ചെയ്യുന്നവരും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയക്കാരും അവര് വോട്ട് ബാങ്ക് ആയതുകൊണ്ട് അവർക്ക് കുടപിടിച്ചുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഭാരതത്തിൽ ഉണ്ടാക്കുന്ന എല്ലാ നിയമങ്ങളും ഹിന്ദുവിനെതിരായിരുന്നു. എല്ലാ നിയമങ്ങളും ഹിന്ദുവിനെതിരായി കൊണ്ട് കാലാകാലങ്ങളിൽ അനേക നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല, നമുക്കൊക്കെ പലതും അനുഭവമാണ്. അങ്ങനെ ഈ വോട്ട് ബാങ്കുകളെ പ്രീണിപ്പെടുത്താൻ വേണ്ടി എത്ര നിയമങ്ങൾ ആന്റി ഹിന്ദു ആയിട്ട് ഈ സെക്കുലർ എന്ന് പറയുന്ന ഈ രാജ്യത്തുണ്ടായിരിക്കുന്നത്. സെക്കുലർ അല്ല. ഈ രാജ്യത്ത് നടക്കുന്ന നിയമങ്ങളും അതിന്റെ പ്രവൃത്തികളും നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും സെക്കുലർ അല്ല എന്ന് നമുക്ക് ബോധ്യവും. കാരണം ഹിന്ദുവിനൊരു നിയമം, ഹിന്ദു 2ാം തരം പൗരനാണ്. ഇവിടുത്തെ മെജോറിറ്റി ആയിരിക്കുന്ന ഹിന്ദു ഇവിടെ 2ാം തരം പൗരനാണ്. ബാക്കിയുള്ളവർക്കാണ് ഇവിടെ എല്ലാ പ്രയോറിറ്റിയും, എല്ലാ ആനുകൂല്യങ്ങളും, എല്ലാ സുരക്ഷിതത്വവും അവർക്ക് കൊടുത്തുകൊണ്ട് ഹിന്ദു അരക്ഷിതനായി എന്നും തമ്മിലടിച്ചുകൊണ്ട് കലഹിച്ചുകൊണ്ട് നിസ്സാര കാര്യങ്ങളിൽ കലഹിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് ഈ ഹിന്ദുക്കൾ. അപ്പൊ അതിനെ മുതലെടുത്തുകൊണ്ട് ഈ ഹൈന്ദവ ധർമ്മത്തെ, സനാതന ധർമ്മത്തെ നശിപ്പിക്കാനാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിലെ ആ വിപരീത പക്ഷത്ത് നിൽക്കുന്നവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരല്ലേ വിളിച്ചു പറയണത്. നാളെ ന്യായയാത്രയുടെ സമാപനത്തില് ബോംബെയിൽ വെച്ച് നമ്മുടെ കോൺഗ്രസ് നേതാവ് എന്താ പറഞ്ഞത്? ആ ശക്തിയെ, ഹിന്ദുമതത്തിന്റെ ശക്തിയെ ഞങ്ങൾ നശിപ്പിക്കും. വേറൊരാൾ, തമിഴ്നാട്ടിലെ ഒരു മന്ത്രി
ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പുത്രൻ എന്താ പറഞ്ഞത്? സനാതനധർമ്മത്തെ ഞങ്ങൾ ഡെങ്കിപ്പനിയെ പോലെ മലേറിയയെ പോലെ ഒഴിക്കും. അപ്പൊ ഇങ്ങനെ ഓരോ രാഷ്ട്രീയക്കാരും ഓരോ ഭാഗത്തുനിന്ന് ധൈര്യസമേതം അവർക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു? നമ്മളുടെ ഈ വിഘടിത സ്വഭാവം തന്നെയാണ്. ഇപ്പൊ നമ്മൾ വിഘടിച്ച് നിൽക്കുന്നിടത്തോളം കാലം ഇവർക്കൊക്കെ എന്ത് വേണമെങ്കിൽ പറയാം. ഹിന്ദുവിന്റെ നേരെ ആർക്കും കുതിര കയറാം. അപ്പോ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പൂജ്യ സ്വാമിജിയും ദയാനന്ദ സ്വാമിജി ഈ ഹൈന്ദവ ആചാര്യന്മാരെ മൊത്തത്തിൽ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് വർഷം തോറും ഹിന്ദുധർമ്മ ആചാര്യ സഭ ഭാരതത്തിന്റെ പല ഭാഗത്തായിട്ട് സ്വാമിജിയുടെ നേതൃത്വത്തിൽ കൺവീൻ ചെയ്തുകൊണ്ട് നടത്തിയിരുന്നു. ശങ്കരാചാര്യർ പണ്ട് ചെയ്ത അതേ പ്രവൃത്തിയാണ്. ശങ്കരാചാര്യർ ഹൈന്ദവ ധർമ്മത്തെ ഏകോപിപ്പിക്കാനായിക്കൊണ്ട് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്നില്ലേ? അതേ പ്രവൃത്തി ചെയ്തതുകൊണ്ട് ഇതേ ദയാനന്ദ സ്വാമിജിക്ക് ശൃംഗേരി മഠത്തിൽ നിന്ന് ആദിശങ്കരാചാര്യ അവാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ് കൊടുത്തിട്ടുണ്ട്. അത് ഭാരതത്തിൽ ഇന്ന് വരെ ഒരാൾക്കേ കിട്ടിയിട്ടുള്ളൂ. അത് ദയാനന്ദ സ്വാമിജിക്ക് മാത്രം. 2012 സാക്ഷാൽ ശൃംഗേരി മഠത്തിന് മഠാധിപതിയായിട്ടുള്ള ശ്രീ ഭാരതി തീർത്ഥസ്വാമികൾ നേരിട്ട് ഒരു വലിയ ഫംഗ്ഷനിൽ വെച്ച് സ്വാമിജിക്ക് ആ ആദിശങ്കരാചാര്യ അവാർഡ് കൊടുത്തു. അത് സ്വാമിജിക്ക് വേണ്ടി അവരുണ്ടാക്കിയ അവാർഡാണ്. അതിനു മുമ്പ് ആർക്കും ഉണ്ടാക്കിയിട്ടില്ല, കൊടുത്തിട്ടില്ല. അതിനുശേഷവും ആർക്കും കൊടുത്തിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തത്? അദ്ദേഹം ചെയ്ത ആദിശങ്കരാചാര്യരെ കുറിച്ചിട്ടുള്ള വേദാന്ത പ്രചരണം, അത് മാത്രമല്ല, അദ്ദേഹം ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഏറ്റവും വലുതാണ്. അനേക ആചാര്യന്മാരെ ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. ടീച്ചർ ഓഫ് ടീച്ചേഴ്സ്, ആചാര്യാണാം ആചാര്യ എന്നാണ് അദ്ദേഹത്തെ പറയുക. ഇന്നും 500-ലധികം സന്യാസിമാർ മാത്രം ഈ ലോകം മുഴുവൻ ദയാനന്ദ സ്വാമിയുടെ ശിഷ്യന്മാരായിട്ട് വേദാന്തം പ്യുവറായിട്ട് കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അതല്ലാതെ ബ്രഹ്മചാരിമാര്, ഗൃഹസ്ഥന്മാരായിട്ടുള്ളവർ ആയിരക്കണക്കിനുണ്ട്. അതുപോലെ ചിന്മയ മിഷന്റെ ആദ്യകാലത്തുള്ള 3 കോഴ്സുകൾക്ക് റെസിഡന്റ് ആചാര്യനായിരുന്നത് ദയാനന്ദ സ്വാമികളായിരുന്നു. അപ്പൊ അവിടെയും ഇപ്പോഴുള്ള മുതിർന്ന ആളുകളൊക്കെ പഠിച്ചത് ദയാനന്ദ സ്വാമിയുടെ കീഴിൽ നിന്ന് തന്നെയാണ്. പറഞ്ഞു വന്നത്, അദ്ദേഹം ലോകത്തിന് വേദാന്തത്തിന് ചെയ്തിട്ടുള്ള സംഭാവന എന്നുള്ളത് ഒരിക്കലും വേറെ ആരും അതിന് തുല്യമായിട്ട് ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരും. അതിനേക്കാൾ അദ്ദേഹം ചെയ്ത സാമൂഹ്യ ഈ സേവന പ്രവർത്തനങ്ങൾ, എല്ലാവരെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനുള്ളതായിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം സ്വയം ചെറുതായി ഒരു സാധാരണ പ്രവർത്തകനെ പോലെ ഈ മഠങ്ങൾ തോറും കയറി ഇറങ്ങിയിട്ടുണ്ട്. ഈ മണ്ഡലേശ്വരന്മാരെ കാണാൻ പോയിട്ടുണ്ട്. കേരളത്തിലും മാതാ അമൃതാനന്ദമയ്യെ കാണാൻ സ്വാമിജി നേരിട്ട് പോയിട്ടുണ്ട്. ഇതിനുവേണ്ടി, ഇതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, ഈ ഒരു പരിപാടിയിൽ ഇതിൽ ആചാര്യസഭയിൽ അംഗത്വം എടുക്കണം, എല്ലാവരുടെയും ശബ്ദം ഒന്നാവണം എന്ന് പറയാൻ വേണ്ടിയിട്ട്. സ്വാമിജിയെ പോലൊരു മഹാത്മാവിന് അങ്ങനെ പോകേണ്ട യാതൊരു കാര്യമില്ല. സന്ദേശം ആരെങ്കിലും അയച്ചാൽ മതി, ദൂതന്മാര് ശിഷ്യന്മാരെ അയച്ചാൽ മതി. പക്ഷെ അങ്ങനെയല്ല സ്വാമിജി ചെയ്തിട്ടുള്ളത്, നേരിട്ട് ചെല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ അതേ പ്രവർത്തനമാണ് ചിദാനന്ദപുരി സ്വാമിജി ഇന്ന് കേരളത്തില് സന്യാസിമാരുടെ ഇടയിലും മറ്റ് ഹിന്ദു സംഘടനകളുടെ ഇടയിലും എല്ലാ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കിടയിലും എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്നതായിട്ടുള്ള പ്രവർത്തനം. അപ്പോ അങ്ങനെ വിളിച്ചുകൂട്ടിയതായിട്ടുള്ള ഈ സമ്മേളനം എല്ലാവരും പങ്കെടുത്ത് വളരെ വിജയിച്ച മാതാ അമൃതാനന്ദമയുടെ തന്നെ നിർദ്ദേശപ്രകാരം അമ്മയുടെ ഏറ്റവും മൂത്ത ശിഷ്യനായിട്ടുള്ള അമൃതസ്വരൂപാനന്ദ സ്വാമിജി തന്നെ അതിന്റെ ഉദ്ഘാടന വേദിയിലുണ്ടായിരുന്നു. അദ്ദേഹം സംസാരിച്ചു. അതുപോലെ അവിടുന്നാണ് ഏറ്റവും അധികം സന്യാസിമാരും ബ്രഹ്മചാരിണിമാരും ഒക്കെ പങ്കെടുത്തത്. ഏകദേശം 100ന്റെ അടുത്തോളം അവിടുന്ന് തന്നെ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. മറ്റ് ശ്രീനാരായണ ഗുരുദേവന്റെ ആ മാർഗത്തിൽ നിന്നുള്ള, ശിവഗിരിയിൽ നിന്നുള്ളതായിട്ടുള്ള ആ പരമ്പരയിൽ നിന്നുള്ളവര്, രാമകൃഷ്ണ മഠം പരമ്പരയിൽ നിന്നുള്ളവര്, ചിന്മയ മിഷൻ പരമ്പരയിൽ നിന്നുള്ളവര്, തീർത്ഥപാദ പാഴൂരിൽ നിന്നുള്ളതായിട്ടുള്ള തീർത്ഥപാദ പരമ്പരയിൽ നിന്നുള്ളവര്, അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള അനേക പരമ്പരകളുണ്ട്, അനേക സമ്പ്രദായങ്ങളുണ്ട്. ശുഭാനന്ദാശ്രമം, മറ്റേ മാവേലിക്കര, ഇന്ന് ഏറ്റവും അധികം ഡിവോട്ടീസുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് ശുഭാനന്ദാശ്രമം. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള, ഭാരതമെമ്പാടും വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള വലിയൊരു പ്രസ്ഥാനമാണ് ശുഭാനന്ദാശ്രമം മാവേലിക്കര.
അവിടെ വലിയ തിരക്കുള്ള പരിപാടികൾ, പൗർണമി ദിവസമാണ്, അവർക്ക് തിരക്കുള്ള ദിവസമാണ്. എന്നിട്ട് പോലും അവിടുത്തെ ജനറൽ സെക്രട്ടറിയും മറ്റ് സ്വാമിമാരുമായിട്ട് 4-5 പേര് പങ്കെടുത്തു. അതുപോലെ അനേക സിദ്ധാശ്രമങ്ങളിൽ നിന്നും എല്ലാവരിൽ നിന്നും എന്താ പറയുക, പ്രതിനിധികളും പങ്കാളിത്തവും ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും വലിയ വിപുലമായിട്ട് അതിനൊക്കെ ഈ ചിദാനന്ദപുരി സ്വാമിജി നേരിൽ തന്നെ പോയി കണ്ടിട്ടുണ്ട്. ഇവരെയൊക്കെ ഈ പ്രധാന ആശ്രമങ്ങളിലൊക്കെ സ്വാമിജി നേരിൽ തന്നെ ചെന്ന് കണ്ടിട്ടുണ്ട്. മാതാ അമൃതാനന്ദമയിയായിട്ട് ചെന്ന് 1.5 മണിക്കൂറോളം ഇരുന്ന് സംസാരിച്ചിട്ടാണ് കാര്യങ്ങൾ അമ്മയും അദ്ദേഹവുമായിട്ട് തീരുമാനിച്ച് അമ്മയുടെ നിർദ്ദേശങ്ങളൊക്കെ ഏറ്റുകൊണ്ടാണ് സ്വാമിജിയും മറ്റ് ജനറൽ സെക്രട്ടറിയും വന്നത്. അതുപോലെ തീർത്ഥപാദാശ്രമത്തിലാകട്ടെ, ശ്രീനാരായണ ഗുരുദേവന്റെ ശിവഗിരിയിലാവട്ടെ ഒക്കെ സ്വാമിജി തന്നെ നേരിട്ട് ചെന്നിരിക്കണം. സീനിയറായിട്ടുള്ള സ്വാമിമാരെയൊക്കെ സ്വാമിജി നേരിട്ട് ചെന്ന് ക്ഷണിച്ചു. ഇവിടെ പാലക്കാട് അദ്ദേഹം 7 ദിവസം ഉണ്ടായിരുന്ന സമയത്ത് പാലക്കാടുള്ള ആശ്രമങ്ങളിലും അദ്ദേഹം അതിനുവേണ്ടി കയറിയിറങ്ങി. ഇതിൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് മറ്റു പരിപാടികൾ എന്തൊക്കെ തന്നെ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ അതൊക്കെ ഒഴിവാക്കി ഇതിൽ പങ്കെടുക്കണം എന്ന് പറയാൻ വേണ്ടി മറ്റ് പരിപാടികൾ ഉണ്ടായിരുന്ന ശിവാനന്ദ ആശ്രമത്തില് ഒരു സാധനാ ശിബിരം ഉണ്ടായിരുന്നു. സ്വരൂപാനന്ദ സ്വാമിജിക്കും സന്മയാനന്ദ സ്വാമിജിക്കും അവരെ നേരിൽ കണ്ട് അത് വേറെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ച്, ഗൃഹസ്ഥരായിട്ടുള്ള ആളുകളെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്ന് സ്വാമിജി നേരിട്ട് വന്ന് പറഞ്ഞു. നേരിട്ട് രാത്രിയിൽ എല്ലാം കഴിഞ്ഞ് പ്രഭാഷണവും തിരക്കും ഒക്കെ കഴിഞ്ഞിട്ട് രാത്രി 10 മണിക്കാണ് ഞാനും സ്വാമിജിയും കൂടിയിട്ട് ഈ ശിവാനന്ദാശ്രമത്തിലൊക്കെ പോയത്. അപ്പൊ അത്രയും എല്ലാവരെയും ഒത്തുകൊണ്ടുപോകാനായിട്ടുള്ള ആ സ്വാമിജിയുടെ ശ്രമങ്ങൾക്ക് ഒരു എന്താ പറയുക, തുരങ്കം വെക്കുന്നത് പോലെയോ തിരിച്ചടി പോലെയോ ഉള്ളതായിട്ടുള്ള അവഹേളനങ്ങൾ, പരിഹാസങ്ങളൊന്നും നമുക്ക് സഹിക്കില്ല. ഇനി അവിടെ നടന്ന പ്രധാന ചർച്ചകൾ, അത് ഹൈന്ദവധർമ്മം ഇന്ന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ഒരുവിധം സാമാന്യമായിട്ട് ഉള്ള സമയപരിമിതിയുണ്ട്. പിന്നെ അതുപോലെ ഈ പങ്കെടുപ്പിച്ച ആളുകളിൽ പ്രധാനികളായിട്ടുള്ള എല്ലാവരെയും കൊണ്ടും വേദിയിൽ 5 മിനിറ്റെങ്കിലും സംസാരിപ്പിക്കണം. അപ്പൊ ഒരാൾക്ക് നിന്ന് എല്ലാ ഡീറ്റെയിൽസും ഇരുന്ന് പ്രസംഗിക്കാനോ സംവാദം നടത്താനോ എന്തൊക്കെ വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളതൊന്നും അങ്ങനെ പറ്റുന്ന ഒരു സന്ദർഭമല്ല. എല്ലാവരെയും എന്താ പറയുക, വേദിയിൽ ഇരുത്തേണ്ടവരെയൊക്കെ വേദിയിൽ ഇരുത്തിക്കൊണ്ടും അല്ലാത്തവരെ വേദിയിൽ നിന്ന് ക്ഷണിച്ചു വരുത്തി വേദിയിലേക്ക് വരുത്തി പ്രസംഗം ചെയ്യാനും, നിങ്ങളുടെയൊക്കെ ശബ്ദം ഇവിടെ കേൾക്കട്ടെ, എല്ലാവരുടെയും ശബ്ദം ഇവിടെ കേൾക്കട്ടെ എന്നുള്ളതായിട്ടുള്ള അവസരം കൊടുക്കാൻ വേണ്ടി എല്ലാവരെയും വിളിച്ചു വരുത്തി. അതില് എന്താ പറയുക, പാലക്കാട് മംഗലാംകുന്ന് ഭാഗത്തുള്ളതായിട്ടുള്ള ഈ ശാക്തേയ സമ്പ്രദായത്തില്, മലബാരി സമ്പ്രദായം എന്ന് പറയുന്നതായിട്ടുള്ള സമ്പ്രദായത്തിൽ നിന്നുള്ള മഹാചണ്ഡാള ബാബ എന്ന് പറയുന്ന അദ്ദേഹത്തിന് പോലും, അദ്ദേഹം സന്യാസ ദീക്ഷ അദ്ദേഹത്തിന്റെ സമ്പ്രദായത്തിൽ എടുത്തിട്ടുള്ള ആളാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെയും മുകളില് സന്യാസിമാരുടെ കൂട്ടത്തില് വേദിയിൽ ഇരിക്കണം എന്ന് നിർബന്ധിച്ചത് ഈ ചിദാനന്ദപുരി സ്വാമിജിയാണ്. ഞങ്ങളൊക്കെ നിർബന്ധിച്ചു. അങ്ങനെ ആ ഒരു സമ്പ്രദായത്തെ പോലും ബഹുമാനിച്ചുകൊണ്ട് അവരെയും വേദിയിലിരുത്തിക്കൊണ്ടാണ് നമ്മൾ ഒന്നാണ്, ഹിന്ദുക്കൾ ഒന്നാണ്, അതിന് ആചാര്യന്മാർ ഞങ്ങൾ ഒന്നായി കാണിച്ചു തരണു എന്ന് മാതൃക കാണിച്ചുകൊണ്ട് നടത്തിയതായിട്ടുള്ള ഒരു സമ്മേളനമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായത് എല്ലാവരും ഒന്നിച്ചിരിക്കുക എന്നുള്ളതാണ് അതിലെ മുഖ്യ കാര്യം. ഇത്രയും പേരെ ആ വിരാട് രൂപമായിട്ടുള്ള ഹിന്ദുവിന്റെ അംഗങ്ങളെയൊക്കെ ഒന്നിച്ചു ചേർക്കുന്ന ഒരു വിജയമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ രണ്ടാമതാണ്. ചർച്ച ചെയ്ത വിഷയങ്ങൾ ഹിന്ദുക്കളുടെ എല്ലാ വിഷയങ്ങളും ഒരുവിധം സാമാന്യം എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ് നമ്മൾ. പ്രത്യേകിച്ച് ചിദാനന്ദപുരി സ്വാമിജി നിരന്തരം അദ്ദേഹത്തിന്റെ എല്ലാ വേദികളിലും ഇങ്ങനെയുള്ള ഒരുപാട് ലവ് ജിഹാദ് എന്നൊക്കെയുള്ള വിഷയം ആദ്യമായിട്ട് ഈ സമൂഹത്തിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളതേ സ്വാമിജിയാണ്. അത് വർഷങ്ങളായി, ദശാബ്ദങ്ങളായി. കാരണം സ്വാമിജിക്കാണ് അതിൽ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഏറ്റവും അധികം ഉള്ളത്. ഇന്ന് കേരളത്തിലെ ലവ് ജിഹാദിൽ പെടുന്ന യുവതയെ ഏറ്റവും അധികം അഭിസംബോധന ചെയ്യുന്ന ആളാണ് സ്വാമിജി. അദ്ദേഹത്തിന്റെ ആശ്രമത്തില് എന്താ പറയുക, മാസം 10ഉം 12ഉം അതിൽ പെടുന്നതായിട്ടുള്ള പെൺകുട്ടികളെയും കൊണ്ടും അവരുടെ രക്ഷിതാക്കൾ വന്ന് അവലാതി പറഞ്ഞ് അവരെ കൗൺസിലിംഗ് ചെയ്യുന്നതായിട്ടുള്ള പരിപാടികൾ സ്വാമിജി കാലങ്ങളായി നടത്തുന്നു. ഈ മതപരിവർത്തന കേന്ദ്രങ്ങൾ കോഴിക്കോടും മഞ്ചേരിയിലും ഒക്കെ പ്രവർത്തിക്കുന്നത് സ്വാമിജിക്ക് നല്ലോണം അറിയാം. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അറിയാം.
അതുകൊണ്ട് സ്വാമിജിയാണ് ആദ്യമായിട്ട് ഈ സമൂഹത്തെ, ഹിന്ദു സമൂഹത്തെ ജാഗ്രതപ്പെടുത്തിയത്. ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ട്, ലവ് ജിഹാദ് എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ എല്ലാ രംഗത്തും, അതിപ്പോ ഭൂമി, കേരളത്തിലെ ഭൂമിയില് നല്ലൊരു ശതമാനം ഇപ്പൊ ഹിന്ദുക്കളുടെ കയ്യിൽ നിന്നൊക്കെ വിട്ടുപോയി. ഇപ്പൊ ഹിന്ദുക്കളുടെ കയ്യിൽ ഭൂമി 20% 25% ഭൂമിയുള്ളൂ. ഹിന്ദുക്കളുടെ കച്ചവടം എല്ലാം കൈവിട്ടുപോയി. 20-25% മാത്രമേ ഹിന്ദുക്കളുടെ കയ്യിലുള്ളൂ. ഹിന്ദുക്കളായിരുന്നു ഇവിടെ ഭൂരിപക്ഷവും, എല്ലാ കച്ചവടങ്ങളും നിയന്ത്രിച്ചിരുന്നവരും. അതെല്ലാം മാറി ഇന്ന് എല്ലാ രംഗത്തും ലാൻഡ് ജിഹാദാവട്ടെ, ബിസിനസ് ജിഹാദാവട്ടെ, അതുപോലെ ഏത് രംഗത്താണെങ്കിലും ഇപ്പോ ഗവൺമെന്റ് ഉദ്യോഗത്തിലാവട്ടെ, അതിലേക്ക് വേണ്ടി പ്രത്യേകമായിട്ട് PSC ട്രെയിനിങ് ഫ്രീ ആയിട്ട് മറ്റു മതസ്ഥർ കൊടുത്ത്, അതുപോലെ പോലീസ് അപ്പോയിന്റ്മെന്റിൽ പോലും ഇന്ന് ഏറ്റവും അധികം വെയിറ്റിംഗ് ലിസ്റ്റിലിരിക്കുന്നവരെ, അവർ അപ്പോയിന്റ്മെന്റ് കാത്തിരിക്കുന്നവരുടെ ലിസ്റ്റ് ഒന്ന് നിങ്ങൾ എടുത്തു നോക്കൂ, നമ്മൾക്ക് ഭയമുണ്ടാകും. അത്രയും ഭീകരമായ രീതിയിലാണ് എല്ലാ രംഗത്തും. അതുപോലെ IAS, IPS, പത്രപ്രവർത്തകർ, വക്കീൽമാർ, ഇനി വരാനിരിക്കുന്ന ജഡ്ജിമാർ മുഴുവൻ വരാനിരിക്കുന്നത് ആരാണെന്ന് നമ്മൾ കണ്ടറിയണം. അപ്പോൾ എല്ലാ രംഗത്തും അവർക്കൊക്കെ സ്പെഷ്യൽ, അവർ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇതൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ്. ഒരു 25 വർഷം 30 വർഷം മുമ്പേ ഇതൊക്കെ പ്ലാനിങ് ചെയ്ത് ഇതൊക്കെ നടപ്പിൽ വരുത്താനായിട്ട് കുട്ടികളെ വിദ്യാഭ്യാസവും ട്രെയിനിങ്ങും കൊടുത്ത്, നിങ്ങൾ ഇന്ന രംഗത്ത് പ്രഗത്ഭരാവണം, പത്രപ്രവർത്തനമാണോ നീ തെരഞ്ഞെടുക്കുന്നത്, നിന്നൊക്കെ എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ വക എന്ന് പറഞ്ഞ് അവരെ ആ ഗൈഡൻസ് കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവന്ന് പത്രപ്രവർത്തകരാക്കുന്നു. അതുപോലെ ഇന്നത്തെ കേരള രാഷ്ട്രീയം മുഴുവൻ പിടിച്ചടക്കിയിരിക്കുന്ന ആരാ? രണ്ട് വലതാണെങ്കിലും ഇടതാണെങ്കിലും എന്ന് പറഞ്ഞ പോലെ രണ്ട് സഖ്യങ്ങളെയും ഇന്ന് ഡോമിനേറ്റ് ചെയ്യുന്നത് ആരാ? ആരുടെ അജണ്ടകളാണ് ഇന്ന് ഇവിടെ രാഷ്ട്രീയക്കാർ സംസാരിക്കുന്നത്? അപ്പൊ മൊത്തത്തിൽ കേരളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഭയാനകമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ആരും ചർച്ച ചെയ്യാതിരിക്കുന്നില്ല. ഞങ്ങൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന്റെ വേദികളിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇവിടെയും അതും സംസാരമുണ്ടായിരുന്നു. പക്ഷെ പരിമിതമായിട്ടുള്ള രീതിയിലേ പറ്റുള്ളൂ. കാരണം സമയപരിമിതി ഒന്നാമത്, പിന്നെ ഈ എന്താ പറയുക, ആശ്രമങ്ങൾ, മഠങ്ങൾ, അതുപോലെ അതിൽ വന്നു ചേർന്നിട്ടുള്ള മറ്റു പല സംഘടനാ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പൊ അവരെയൊന്നും പെട്ടെന്ന് പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തീവ്രവാദ എന്താ പറയുക സ്വഭാവത്തില് സന്യാസിമാര് സംസാരിക്കാൻ പാടില്ല. സന്യാസിമാർക്ക് രാഷ്ട്രീയമില്ല പൊതുവെ. പക്ഷെ രാഷ്ട്രത്തിന്റെ നന്മ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമുണ്ട്. അല്ലാതെ മറ്റ് ഇടത് വലത് നടുവ് എന്നുള്ള രീതിയിലൊന്നും രാഷ്ട്രീയം ഞങ്ങൾക്ക് ആർക്കും ഇല്ല. നമ്മുടെ രാഷ്ട്രത്തിന്റെ സെക്യൂരിറ്റിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഞങ്ങൾ പറയേണ്ടി വരുന്നത്. രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാവുമ്പോഴാണ് നമുക്കതിൽ ഇടപെടേണ്ടി വരുന്നത്. അല്ലാതെ സന്യാസിമാര് രാഷ്ട്രീയത്തിൽ ന്യൂട്രലായിട്ട് നിൽക്കുന്നവരാണ്. പരശുരാമൻ ഇടപെടേണ്ടി വന്നില്ലേ ഒരു കാലത്ത്? ആ പരശുരാമൻ ഉണ്ടാക്കിയ ഭൂമിയാണ് കേരളം എന്നല്ലേ പറയപ്പെടുന്നത്. സന്യാസിമാര് താപസ്യന്മാരായിട്ട് ലോകത്തിന് മാതൃകകളായിട്ട് അവരെ ഒതുങ്ങിയിരുന്നവരാണ്. സനകാദികളൊന്നും രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടില്ല, അല്ലെങ്കിൽ രാജ്യകാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല. നിവൃത്തി നിരതന്മാരായിട്ടുള്ളവർ അവരുടേതായിട്ടുള്ള ആ ബ്രഹ്മനിഷ്ഠയിൽ കഴിഞ്ഞുകൂടി എന്നല്ലാതെ സമൂഹത്തിലേക്ക് വലിയ കാര്യത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ല. അപ്പോ പരശുരാമനെ പോലെയുള്ള ആ ആചാര്യന്മാർ സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു. അന്നത്തെ ക്ഷത്രിയർ ശരിയല്ലാത്തതുകൊണ്ട് അവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഇറങ്ങേണ്ടി വന്നു. അതുപോലെ ഒരു കാലഘട്ടമാണ് ഇപ്പോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളൊക്കെ രാഷ്ട്രീയം തുറന്ന് സംസാരിക്കുന്നത്. രാഷ്ട്രത്തിന്റെ സെക്യൂരിറ്റിയെ, ഹൈന്ദവ ധർമ്മത്തിന്റെ സെക്യൂരിറ്റിയെ ഉദ്ദേശിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് ഐക്യമില്ലായ്മയാണ്. നമ്മുടെ ഈ ഐക്യമില്ലായ്മ മാറിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. പകുതിയല്ല, 3/4 പ്രശ്നങ്ങളും തീരും. കാരണം ഈ പറയുന്ന രാഷ്ട്രീയക്കാരൊക്കെ ഇപ്പോൾ ആന്റി ഹിന്ദുവായിട്ടിരിക്കുന്നവരൊക്കെ നാളെ പ്രോ ഹിന്ദുവായി ഹിന്ദുക്കളുടെ വക്താക്കളായി തീരും. അതിന് ഐക്യമുണ്ടാവണം. ഐക്യമുണ്ടായി ഹിന്ദുക്കളെ എതിർക്കുന്നവർക്ക്, ഹിന്ദു ധർമ്മത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഞങ്ങളുടെ വോട്ടില്ല എന്ന്
എല്ലാവരും ഉച്ചത്തിൽ പറയണമെന്ന് ഈ സഭയിൽ ഈ സ്വാമിമാരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഞങ്ങളുടെ വോട്ടില്ല, ഞങ്ങൾ ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ ഉദ്ദേശിച്ചുകൊണ്ടല്ല പറയുന്നത്, പക്ഷെ നമ്മുടെ ഹൈന്ദവ ധർമ്മത്തെ രക്ഷിക്കാൻ. അതിലിപ്പോ ഈ പാർട്ടിയിൽപ്പെട്ടവർ തന്നെ ആന്റി ഹിന്ദു ആയിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് പുറത്ത് കളയാൻ പറയും. ഈ പറയുന്ന ഇപ്പോ അത്യാവശ്യം ഹിന്ദുക്കൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടി ഉണ്ടെങ്കിൽ അതിൽ ആരെങ്കിലും ആന്റി ഹിന്ദു ഉണ്ടെങ്കിൽ അവരെടുത്ത് ദൂരെ കളയാനായിട്ട് നമ്മൾ ആവശ്യപ്പെടണം. അവിടെ യാതൊരു ഇതുമില്ല. ഇനി മറ്റു പാർട്ടികളിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ, സംസാരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യണം. പ്രതിപക്ഷങ്ങളും വേണം, ഇവിടെ എല്ലാ പക്ഷങ്ങളും വേണം. എല്ലാ പക്ഷത്തെയും നമുക്ക് നിലനിർത്തണം, എങ്കിലേ ജനാധിപത്യം ഉണ്ടാവുള്ളൂ. എല്ലാവരുടെ വോയിസും കേൾക്കണം. നമ്മുടെ ഹിന്ദുക്കളുടെ ഡോമിനേഷന്റെ ആവശ്യവുമില്ല ഇവിടെ. മറ്റു മതസ്ഥരും അവരുടെ പാട്ടിൽ അവരുടെ മതം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കട്ടെ, അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ട് അവരും ജീവിച്ചോട്ടെ. അതിന് യാതൊരു തടസ്സവും നമ്മൾ ആരും നിൽക്കാൻ പോകുന്നില്ല. നമ്മുടെ മെക്കട്ടേക്ക് വരുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മളെ ആക്രമിക്കുമ്പോഴാണ്, നമ്മളെ ന്യൂനപക്ഷമാക്കി നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കേണ്ടി വരുന്നത്. അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ അവരോട് യാതൊരു വിരോധവും നമുക്ക് ആർക്കും ഇല്ല. എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ്. എല്ലാവരെയും നമുക്ക് ചേർത്ത് പിടിക്കാൻ ഇഷ്ടമാണ്. ആരോടും മത്സരിക്കുന്നതോ ശണ്ട കൂടുന്നതോ നമുക്ക് ഇഷ്ടമല്ല. പക്ഷെ നമ്മളെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, ഈ ഭാരത സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ഇവിടുത്തെ ക്ഷേത്രങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ഇവിടുത്തെ ആചാര്യന്മാരെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, അപ്പോഴൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഒറ്റക്കെട്ടായി ഒറ്റ ശബ്ദത്തിൽ എതിർക്കേണ്ടതാണ്. അതാണ് ഇവിടെ എടുത്തു പറയാനുള്ളത്. അപ്പൊ നമുക്കിവിടെ തൃശ്ശിവപേരൂർ വിളംബരം എന്ന പേരിൽ അവിടെ വായിച്ച ഒരു വിളംബരമുണ്ട്. രണ്ട് സഭയിലും വായിച്ചു. അന്ന് ഞങ്ങള് രാവിലെ കൂടിയതായിട്ടുള്ള നന്ദനം ഓഡിറ്റോറിയത്തിൽ വായിച്ചത് എല്ലാവരും അംഗീകരിച്ച് തേക്കിൻകാട് മൈതാനത്ത്, വടക്കുംനാഥന്റെ മൈതാനത്ത് കൂടിയതായിട്ടുള്ള പൊതുസമ്മേളനത്തിലും അവതരിപ്പിച്ചു. അതും ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എങ്കിലും ഒന്നുകൂടെ പറയാം, അത് ഒന്നുകൂടെ വായിച്ചിട്ട് അതിനെക്കുറിച്ച് ഒന്നുകൂടെ വിശദമാക്കിയിട്ട് നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം. അപ്പോൾ ഇവിടെ തൃശ്ശിവപേരൂർ സന്യാസി മഹാസംഗമം 24/3/2024 കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് മുമ്പിൽ വയ്ക്കുന്ന തൃശ്ശിവപേരൂർ വിളംബരം. നാടിന്റെ സ്വത്വം ആധ്യാത്മികതയാണെന്ന് മനസ്സിലാക്കി സനാതനധർമ്മത്തെക്കുറിച്ച് അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കാൻ പരമാവധി ശ്രമിക്കുകയും സനാതനധർമ്മത്തെ അധിക്ഷേപിക്കുന്ന തെറ്റായ പ്രവണതകളെ സമാജത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അവയെ ശക്തിയുക്തം എതിർക്കുകയും ചെയ്യും. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഇവിടെ മീറ്റിംഗിൽ. അത് മുഴുവൻ ഇവിടെ അവതരിപ്പിക്കാൻ പറ്റും. ഒരു വിളംബരം ആകുമ്പോൾ ഏറ്റവും നട്ഷെല്ലായിട്ടേ അത് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സ്വത്വം എന്നുള്ളത് ആധ്യാത്മികതയാണ് എന്നെടുത്തു പറയണം. ആർഷഭാരതമാണിത്. ആർഷം എന്നാൽ ഋഷിയുടേത് എന്നാണ്. ആ ഋഷിയുടെ അറിവിൽ ഉറച്ചതായിട്ടുള്ള സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം. അത് ആധ്യാത്മികമാണ്, അതിന്റെ അടിസ്ഥാനം. എല്ലാവരും ഒരാത്മാവാണ്, ഒരൊറ്റ ആത്മാവേ ഉള്ളൂ. ആ ഒരു ദർശനത്തിൽ ഉറച്ചതാണ് നമ്മുടെ സനാതനധർമ്മം. അപ്പൊ ആധ്യാത്മികയാണെന്ന് മനസ്സിലാക്കി സനാതനധർമ്മത്തെക്കുറിച്ച് അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കാൻ പരമാവധി ശ്രമിക്കുകയും. അപ്പൊ ഓരോരുത്തരും എടുക്കേണ്ട ഒരു പ്രതിജ്ഞ പോലെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരു എന്തെങ്കിലും ഒരു അടിച്ചേൽപ്പിക്കൽ ഇവിടെ ആരും ഉണ്ടായിട്ടില്ല. സന്യാസിമാർ ഡിക്റ്റേറ്റ് ചെയ്യല്ല ഇവിടെ, നിങ്ങൾ ഇതെല്ലാം ചെയ്തിരിക്കണമെന്ന്. നമുക്ക് ചെയ്യാൻ പറ്റുമോ? ആരെങ്കിലും കഴുത്തിന് പിടിച്ച് ചെയ്യാൻ പറ്റുമത്? ഹിന്ദു സമൂഹം എന്നുള്ളത് ഏറ്റവും സ്വതന്ത്രമായിട്ടുള്ള സമൂഹമാണ്. അപ്പോൾ അവർ പരിശ്രമിക്കേണ്ടതാണ് എന്നുള്ളൊരു അവേക്കനിങ് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാവരെയും ഒന്ന് ഉണർവുള്ളവരാക്കുക, അതാണ് ഇവിടെ ചെയ്യുന്നത്. സനാതനധർമ്മത്തെ അധിക്ഷേപിക്കുന്ന തെറ്റായ പ്രവണതകളെ സമാജത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും, അപ്പോൾ നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ആളുകളുടെ ആ പ്രവൃത്തികളെക്കുറിച്ച് സമൂഹത്തിന്റെ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും അതിന് പ്രതിപ്രവർത്തനങ്ങൾ, അതാണ് അവയെ ശക്തിയുക്തം
എതിർക്കുകയും ചെയ്യും. നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രതിരോധം നമ്മൾ ചെയ്യേണ്ടതാണ്. അത് വളരെ വൈകിയിരിക്കുന്നു. അപ്പൊ അതൊക്കെ ഏതൊക്കെ രീതിയിലാണോ പ്രതിരോധിക്കേണ്ടത് ആ രീതിയിലൊക്കെ പ്രതിരോധിക്കണം. നിയമപരമായി പ്രതിരോധിക്കേണ്ടതിനെ ആ രീതിയിൽ, സാമൂഹ്യപരമായി അവയർനെസ് കൊടുത്തുകൊണ്ട് എല്ലാവരും ഉണർന്നിരുന്നുകൊണ്ട്, അല്ലെ, ഉണർന്നിരുന്നാൽ കള്ളന്മാർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പൊ ആ ഉണർവ് കൊടുക്കലാണ് ഏറ്റവും വലിയ പ്രതിരോധം. എല്ലാവരും ഉണർവുള്ളവരായാൽ ആരെയും ആർക്കും വഞ്ചിക്കാനാവില്ല. അത് സാധിക്കില്ല. അപ്പൊ ചിലപ്പോൾ നിയമപരമായിട്ടുള്ളതും മറ്റുമൊക്കെ ആയിട്ടുള്ള ഇടപെടലുകൾ വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും, അതുപോലെ സമാജത്തിൽ രണ്ടാമത്തെ പോയിന്റായിട്ട്, സമാജത്തിൽ അസമത്വം വളർത്തുന്ന രീതിയിൽ ഹൈന്ദവ സമൂഹം സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും തളർന്നു പോകുന്നത് ഒഴിവാക്കാൻ നാം നമ്മുടെ അലസത, അജ്ഞത, അസംഘടിത സ്വഭാവം, ചൂഷണത്തിനും അക്രമരാഷ്ട്രീയത്തിനും വിധേയമാകൽ, ഉത്തരവാദിത്വമില്ലായ്മ എന്നിവ ഇല്ലാതാക്കാൻ പരമാവധി ശ്രമിക്കും. ഇതാണ് രണ്ടാമത്തെ പ്രയോറിറ്റി കൊടുത്തത്. ഈ സമൂഹത്തില് അസമത്വം എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഹിന്ദു വളരെ പുറകിലായി പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രംഗത്തും. അതാണ് സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായി തളർന്നു കഴിഞ്ഞാൽ പിന്നെ ഔദ്യോഗിക സ്ഥാനമാനങ്ങളിലൊക്കെ പുറകിലേക്ക് പോകും. അപ്പൊ സമൂഹം മൊത്തത്തിൽ പിന്നിലേക്ക് അടിച്ചുകൊണ്ടിരിക്കണം. ഇനി അഥവാ കുറച്ച് വിദ്യാഭ്യാസമുള്ള വല്ലവരും ഉണ്ടെങ്കിലോ അവർ വിദേശത്തേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കഴിവുള്ളതായിട്ട് നമ്മുടെ ചെറുപ്പക്കാർ ഹിന്ദുക്കൾ മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ വിദേശങ്ങളിലേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈന്ദവ യുവജനത ഇവിടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവർക്കിവിടെ നിന്നിട്ടൊരു കാര്യവുമില്ല എന്നുള്ള നിരാശയാണുള്ളത്, പ്രത്യാശയില്ല. അതുകൊണ്ടാണ് അവർ പോകുന്നത്. അപ്പൊ ഇവിടെ തന്നെ കേരളത്തിൽ സുരക്ഷിതരായി നമ്മുടെ മെറിറ്റിനനുസരിച്ചിട്ടുള്ളതായിട്ടുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതിന് ഹിന്ദു സമൂഹം ഒന്നിച്ചു നിന്ന് പൊരുതണം. അതിനുള്ള എന്താ പറയുക, നിയമപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൊണ്ടും നമ്മൾ സപ്പോർട്ട് ചെയ്താൽ ഇവിടെയുള്ള ചെറുപ്പക്കാർ ഇവിടെ തന്നെ പഠിക്കാനും ഇവിടെ തന്നെ നിൽക്കാനും സാധിക്കും. അപ്പോ എന്താ പറയുക, കോളേജുകളിലൊക്കെ ഉള്ള രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട് നമ്മുടെ കുട്ടികൾ ഗരാവോ ചെയ്യുന്നതും അല്ലെങ്കിൽ എന്താ പറയുക റാഗിംഗ് ചെയ്യപ്പെടുന്നതും കൊല ചെയ്യപ്പെടുന്നതും ഒക്കെ ചർച്ചാ വിഷയമായി. അവിടെ സിദ്ധാർത്ഥന്റെ ആ എന്താ പറയുക അതിക്രൂരമായിട്ടുള്ള കൊലയെക്കുറിച്ചൊക്കെ ചിദാനന്ദപുരി സ്വാമിജിയും മറ്റു സ്വാമിജിമാരും ഒക്കെ സംസാരിച്ചു. അപ്പൊ ഇതൊക്കെ വരുന്നത് നമ്മുടെ ഈ സമൂഹത്തിൽ, ഹിന്ദു സമൂഹത്തിലും മറ്റുമൊക്കെ ഉണ്ടായിട്ടുള്ള അറിവില്ലായ്മയുടെയും ഈ അധികമായിട്ടുള്ള രാഷ്ട്രീയ അടിമത്വം കൊണ്ടും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഹിന്ദു സമൂഹത്തിൽ അവയർനെസ് കൊടുക്കാൻ നമ്മൾ എല്ലാവരും ജാഗരൂകരാവണം. അപ്പൊ അജ്ഞത, അസംഘടിത സ്വഭാവം, ചൂഷണത്തിനും അക്രമരാഷ്ട്രീയത്തിനും വിധേയമാകൽ, ഉത്തരവാദിത്വമില്ലായ്മ. ഇവിടെ ഹിന്ദുക്കൾക്കാർക്കും ഉത്തരവാദിത്വമില്ലാതെയാണ് പെരുമാറുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ ഇന്നലെയും ഞാൻ നോക്കിയിട്ട് വിപരീതമായിട്ടുള്ള പോസ്റ്റിംഗ് ഇട്ട ആളുകൾ പോലും ഉത്തരവാദിത്വമില്ലായ്മയാണ് കാണിച്ചത്. ഒന്നിച്ചു നിൽക്കേണ്ടതിന് പകരം, സംഘടിച്ചു നിൽക്കേണ്ടതിന് പകരം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അത് ആചാര്യന്മാരെ നേരിൽ വിളിച്ച് ചോദിക്കാം. ചിദാനന്ദപുരി സ്വാമിജി ഇന്ന് ആർക്കും എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന ആളാണ്. അദ്ദേഹത്തിന് തിരക്ക് പരിപാടികളല്ലെങ്കിൽ, ഫോണിൽ അദ്ദേഹം ഫ്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ആർക്കും വിളിക്കാവുന്നതാണ്. അങ്ങനെ എത്രയോ ആളുകൾ അദ്ദേഹത്തെ നിരന്തരം വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, രാവും പകലുമില്ലാതെ. അപ്പൊ ഈ പറയുന്ന ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അദ്ദേഹം ഈസിലി അക്സസബിൾ ആണ്. കാരണം അവർ തമ്മിലുള്ള ബന്ധം അവർ വിളിച്ച് ചോദിക്കാമായിരുന്നു, സ്വാമിജി എന്താ ഇതിങ്ങനെ? അന്ന് അവിടെ ഇത് മാത്രമേ ചർച്ച ചെയ്തുള്ളൂ, ഏത് ഷർട്ട് ഇടാൻ പാടില്ല ക്ഷേത്രങ്ങളിൽ എന്നുള്ളതിന്, ആ നിരോധത്തെ നീക്കണം എന്നുള്ളതാണ് പത്രത്തിലെ ഹെഡ്ലൈറ്റ് ആയിട്ട് വന്നത്. അപ്പൊ അത് മാത്രമാണോ അവിടെ ചർച്ചാ വിഷയം? അത് ഞങ്ങൾക്ക് തന്നെ ലജ്ജ തോന്നുന്നു. കാരണം ഇത്രയും വലിയ സന്യാസി സമൂഹം അവിടെ കൂടിയിട്ട് ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിക്കുന്നതിനെ കുറിച്ചാണോ പ്രധാനമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടത്? അതിനു വേണ്ടിയിട്ട് ഇത്രയും വലിയ സമ്മേളനം വേണോ? നേരം പോക്കല്ലേ? ഞങ്ങൾക്ക് തന്നെ അത് നിസ്സാരമായിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങളെ നിന്ദിച്ചതിന് തുല്യമായിട്ടാണ് പത്രവാർത്ത ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അത് മനഃപൂർവ്വമാണ്. പത്രക്കാരങ്ങനെയാണ്, വിധർമ്മം പ്രവർത്തിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. മറ്റു പല പത്രക്കാരും കുറച്ചെങ്കിലും ഭേദപ്പെട്ട രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഏത് പത്രമാണെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് കട്ടിങ്സ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഏത് പത്രമാണ് ഈ ഷർട്ടിന് വിരുദ്ധമായിട്ട് എഴുതിയത്? അപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ തന്നെ അത് നമുക്ക് വരുന്നുണ്ട്. 5ാമത്തെ പോയിന്റായിട്ട് ഒരുപാട് ചർച്ച ചെയ്യാണ്ട് ഷർട്ട് ധരിക്കേണ്ട കാര്യത്തിൽ.
അതിലേക്ക് വരാൻ നമുക്കിപ്പോൾ ഓരോ പോയിന്റും വായിച്ചു പോവാം. ക്ഷേത്രങ്ങളെ നാമജപം, സേവാപ്രവർത്തനം, സത്സംഗം, ആധ്യാത്മിക പഠനം, അതിന്റെ പ്രചാരണം, സാന്ത്വന പരിചരണം എന്നിവയ്ക്കുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ജാഗരൂകരാകണം. ക്ഷേത്രോത്സവങ്ങൾ, ചടങ്ങുകൾ എന്നിവയോടനുബന്ധിച്ചും അല്ലാതെയും നടക്കുന്ന അനാവശ്യ ധൂർത്തുകൾ, അസന്മാർഗിക ആചരണങ്ങൾ എന്നിവയിൽ നിന്നും നാം പൂർണ്ണമായും വിട്ടുനിൽക്കുക. ഇത് ഓരോരോ ചുരുങ്ങിയ വാക്കുകളാണ്, ഒരു മെസ്സേജ് മാത്രമാണത്. ഈ വിളംബരം എന്നുള്ളത് സമൂഹത്തിനുള്ള ഒരു സന്ദേശം മാത്രമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കുറെ ചർച്ച ചെയ്തു. അപ്പൊ വാസ്തവത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങളാണ് ഹിന്ദുവിന്റെ ഏറ്റവും വലിയ സ്വത്ത്. അത് നമ്മൾ വീണ്ടെടുക്കണം. അത് പരിപൂർണമായിട്ട് ഇന്നത്തെ രാഷ്ട്രീയക്കാര്, അവിശ്വാസികളായിട്ടുള്ള രാഷ്ട്രീയക്കാര് നശിപ്പിക്കാൻ വേണ്ടി അതിന്റെ ഭരണം ഏറ്റെടുത്തുകൊണ്ട് ദേവസ്വം എന്നുള്ള പേരിൽ ഗവൺമെന്റിന്റെ അധികാര ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഇപ്പോഴും പുതിയ പുതിയ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാനുള്ളതായിട്ടുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. രാത്രിയിലും ഒളിഞ്ഞും പാത്തും പതുങ്ങിയും പല രീതിയിൽ വന്ന്, അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ജീവനക്കാരെ പല രീതിയിൽ പ്രലോഭിപ്പിച്ചുകൊണ്ടും ഒക്കെ നിങ്ങൾക്ക് ദേവസ്വം നല്ല ശമ്പളം തരും, നിങ്ങൾ ദേവസ്വത്തിന് അനുകൂലമായിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പലരെയും അതിനനുകൂലമാക്കി മാറ്റി. അങ്ങനെ ദേവസ്വം ഏറ്റെടുത്ത ശേഷം ഇപ്പോ മാസങ്ങളായി പല ദേവസ്വ ക്ഷേത്രങ്ങളിലും ചെറിയ ക്ഷേത്രങ്ങളിലൊന്നും ശമ്പളം കൊടുക്കാതെ ഈ പറഞ്ഞ ദേവസ്വം അനുകൂലികളായി തീർന്ന ആ ശാന്തിക്കാരും മറ്റു ജോലിക്കാരും ഒക്കെ ഇപ്പൊ പെരുവഴിയിലായിട്ടുണ്ട്. അവർക്ക് വലിയ ശമ്പളം തരാം, നിങ്ങളുടെ സെക്യൂരിറ്റി ഞങ്ങൾ ഉറപ്പാക്കാം എന്നൊക്കെ പറഞ്ഞ അതേ ദേവസ്വം ഇപ്പോൾ ശമ്പളം കൊടുത്തിട്ട് മാസങ്ങളായി പലരോട് നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. ദേവസ്വം ക്ഷേത്രങ്ങളിൽ പ്രവർത്തിക്കുക. അതുപോലെ ദേവസ്വം ക്ഷേത്രത്തില് പൈസ ഏതൊക്കെ രീതിയിൽ വഴിപാടായിട്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ധനസമാഹരണം ചെയ്യാൻ മാത്രമേ അവിടെയുള്ള മറ്റ് ഭക്തന്മാർക്കും അർഹതയുള്ളൂ. അതെങ്ങനെ ചെലവാക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരാണ്, ഈ ധൂർത്തന്മാരാണ്, ഈ അവിശ്വാസികളാണ്. ഈശ്വരനെ കുറിച്ച് അല്പം പോലും ഭക്തിയോ ആചാരാനുഷ്ഠാനങ്ങളിൽ അല്പം പോലും ബഹുമാനമോ ഇല്ലാത്ത ഈ ധൂർത്തന്മാരാണ് നമ്മൾ ഹിന്ദുക്കൾ ആറ്റിക്കുറുക്കി കൊടുക്കുന്നതായിട്ടുള്ള ആ പൈസകൾ ധൂർത്തടിക്കുന്നു. അപ്പൊ അതിനൊക്കെ സ്വതന്ത്രമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്നിച്ചു നിന്നാലേ പറ്റുള്ളൂ. കാരണം ഇപ്പൊ ഇങ്ങനെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളോടുകൂടി ഇരുന്നാൽ ആര് ഭരിക്കും ഈ ക്ഷേത്രങ്ങളെ എന്നുള്ളതായിട്ടുള്ള ചർച്ച വരും. ഇങ്ങനെ വിഘടിച്ചു നിൽക്കുന്ന ഈ സമൂഹം എങ്ങനെ ഒന്നിച്ച് ക്ഷേത്രങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതായിട്ടുള്ള ചർച്ച വരും. അപ്പൊ നമ്മുടെ ഈ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളും വിഘടന സ്വഭാവം ഉണ്ടെങ്കിലും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒന്നിച്ചാൽ മാത്രമേ നമുക്കിതെല്ലാം വീണ്ടെടുത്ത് ശരിക്കും അർഹിക്കുന്ന ആളുകളെ അതിന്റെ ഭരണസ്ഥാനത്തിരുത്തിക്കൊണ്ട് നിസ്സംഗരായിരിക്കുന്ന, സ്വതന്ത്രരായിരിക്കുന്ന, അറിവുള്ളവരായിരിക്കുന്ന, ആചാര്യതുല്യന്മാരായിരിക്കുന്ന ആളുകൾ ഈ ക്ഷേത്ര ഭരണങ്ങളുടെ മുന്നിലോട്ട് വരണം. അവരുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കണം നമ്മുടെ ക്ഷേത്രങ്ങൾ. അതിനുവേണ്ടിയാണ് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത്. അതിന് നമ്മളൊക്കെ ഞങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. ഈ ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ ഗവൺമെന്റ് നല്ല ഭൂരിപക്ഷത്തോടുകൂടി വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് സന്യാസിമാരുടെ ഒരു ഡെലിഗേഷൻ തന്നെ അവിടെ പ്രധാനമന്ത്രിയെ നേരിട്ട് ചെന്ന് കാണാനുള്ള ഒരു ഏർപ്പാട് ചെയ്ത് നേരിട്ട് ചെന്ന് കണ്ട് നിവേദനം കൊടുത്ത് ഈ ക്ഷേത്രങ്ങളെ എന്താ പറയുക, സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയില്ല, അതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് ആക്കുന്നതായിട്ടുള്ള നിയമം കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ പ്രഷർ ചെയ്യും, നിർബന്ധിക്കും. അതിന് വരട്ടെ, ഭരണം എന്താ പറയുക, പുതിയ ഭരണം വരട്ടെ. നല്ല ഭൂരിപക്ഷത്തിൽ വരുമ്പോൾ അവർക്കും അത് ചെയ്യാൻ പറ്റും. നല്ല ഭൂരിപക്ഷം വന്നാലേ ഇതൊക്കെ അവർക്ക് നിയമ നടപടികൾ എടുക്കാൻ പറ്റുള്ളൂ. പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാനും അത് നടപ്പിൽ വരുത്തണമെങ്കിലും അവർക്കും പൂർണ്ണ ഒരു കോൺഫിഡൻസ് വരണം. അതിന് വേണ്ടതായിട്ടുള്ള പ്രയത്നം ചെയ്യുമെന്ന് ഞങ്ങൾ സംസാരിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നും വളരെ ഓപ്പണായിട്ട് പബ്ലിക്കായിട്ട് നമ്മൾ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊക്കെ നടക്കും, അതൊക്കെ അതിന്റെ പാട്ടിന് നടക്കും. സന്യാസിമാരുടെ ഡെലിഗേഷൻ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആരാണെങ്കിലും ചെന്ന് കണ്ട് നമ്മൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിർബന്ധമായിട്ടുള്ള മാറ്റം വരുത്താനുള്ള ശ്രമം ചെയ്യും. കേരളത്തിലെ ക്ഷേത്രങ്ങൾ മാത്രമല്ല, ഭാരതത്തിൽ തമിഴ്നാടാണ് ഏറ്റവും അധികം നരകിക്കുന്നത്.
തമിഴ്നാട് DMK ഭരണത്തിന്റെ കീഴിൽ എത്രയോ ക്ഷേത്രങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കണം. ശരിക്കും ലോക അത്ഭുതങ്ങളാണ് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ. നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളൊന്നും ഒന്നുമല്ല അതിന്റെ മുമ്പിൽ. അങ്ങനെയുള്ള സ്മാരകങ്ങളായി നിലനിൽക്കേണ്ട അത്ഭുതങ്ങളായിരിക്കുന്ന മധുരയും കാഞ്ചീപുരവും തഞ്ചാവൂരും തിരുവണ്ണാമലയും രാമേശ്വരവും അതുപോലെയുള്ളതായിട്ടുള്ള മഹാക്ഷേത്രങ്ങൾ എത്രയാണ് ഗവൺമെന്റിന്റെ മനഃപൂർവമായിട്ടുള്ള അവഗണനയും സ്വയം അതിനെ നശിപ്പിക്കണമെന്നുള്ളതായിട്ടുള്ള അജണ്ടയും കൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള മതപരിവർത്തന സംഘങ്ങൾക്ക് സൗകര്യമൊരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ തമിഴ്നാട്ടിലുള്ള DMK സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുപോലെ കർണാടകയിലും ഇന്നാൾ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ ആന്റി ഹിന്ദു ആയിട്ടുള്ള ഒരുപാട് നടപടികൾ ഉണ്ടായി, ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ മാറ്റണമെങ്കിൽ ക്ഷേത്രങ്ങൾ അത് കേന്ദ്ര നിയന്ത്രണത്തിലായിക്കോട്ടെ, നമ്മളെല്ലാം അക്കൗണ്ടബിൾ ആയിക്കോട്ടെ. പക്ഷെ ഭരണം നല്ല ഭക്തിയുള്ള ആളുകളുടെ കയ്യിൽ ആവണം. കാര്യഗൗരവമുള്ളവരുടെ, അറിവുള്ളവരുടെ, കാര്യപ്രാപ്തിയുള്ളവരുടെ, സമൂഹത്തിൽ എല്ലാവരുടെയും ബഹുമാനം കിട്ടുന്ന ആളുകളുടെ ഭരിക്കട്ടെ. അതാത് ദേശത്തുള്ള പ്രമുഖരെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും ന്യൂട്രലായിട്ടുള്ള കുറച്ച് ആളുകളെ പുറത്തുനിന്നും അതിൽ അംഗങ്ങളാക്കിക്കൊണ്ട് ഓരോ മഹാക്ഷേത്രങ്ങളും നിയന്ത്രിക്കണം. നല്ല നിയന്ത്രണം വേണം, ധൂർത്തില്ലാതാക്കണം. ഇപ്പൊ നമ്മുടെ ക്ഷേത്രങ്ങളിൽ എത്രയാ ധൂർത്തുകൾ നടക്കുന്നത്. ഉത്സവങ്ങളുടെ പേരിൽ ആനയുടെയും കരിമരുന്നിന്റെയും പേരിൽ നാരായണ ഗുരുദേവൻ എന്നോ പറഞ്ഞു 2 കരികളും ഉപേക്ഷിക്കാനായിക്കൊണ്ട്. വീരന്മാരെയും കരിമരുന്നും നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നാരായണ ഗുരുദേവൻ എന്നോ പറഞ്ഞു. ആ നാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിലും ഇപ്പോൾ മത്സരിച്ച് കരിമരുന്ന് നടക്കുന്നുണ്ട്. ദിവസവും എന്ന് പറഞ്ഞ പോലെ പല ഉത്സവ സീസൺ മുഴുവൻ നടക്കുന്നുണ്ട്. അതൊക്കെ കുറയ്ക്കണം. അതൊക്കെ ഹിന്ദുക്കളുടെ പണം വെറുതെ കത്തിപ്പോവുകയാണ്. ഏകദേശം 30,000 കോടി രൂപയാണ് ഉത്സവങ്ങൾക്ക് വേണ്ടി ക്ഷേത്രങ്ങളിൽ കേരളത്തിൽ പൊടിക്കുന്നത്. ഈ 30,000 കോടിയിൽ ഒരു പകുതി ഉണ്ടെങ്കിൽ ഹിന്ദുക്കളുടെ എന്തെല്ലാം പ്രശ്നങ്ങൾ തീർക്കാം, എത്ര ദാരിദ്ര്യം ഒഴിവാക്കാം, അവർക്ക് വേണ്ടി എന്തെല്ലാം പ്രസ്ഥാനങ്ങൾ തുടങ്ങാം. അപ്പോൾ അങ്ങനെയുള്ള ധൂർത്തുകളെ നിയന്ത്രിക്കണമെങ്കിൽ അതിന് അറിവുള്ള ആചാര്യന്മാരുടെ നേതൃത്വത്തിലുള്ള ഭരണം ക്ഷേത്രങ്ങളിൽ വരണം. അതൊക്കെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. അപ്പോൾ അതൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിലിരിക്കട്ടെ. അപ്പോൾ അസന്മാർഗിക ആചരണങ്ങളും ധൂർത്തുകളും ഒഴിവാക്കാൻ പൂർണ്ണമായും വിട്ടു നിൽക്കുക. നമ്മൾ ഓരോരുത്തരും അതിലേക്ക് വെടിക്കെട്ടിനാണെങ്കിൽ ഞാൻ പൈസ തരില്ല, ആനകളെ ഉപദ്രവിക്കാനാണെങ്കിൽ ഞാൻ പൈസ തരില്ല. അപ്പൊ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് ആന തീർത്തും ഒഴിവാക്കാൻ പറ്റില്ല. ഒരു ചെറിയ ക്ഷേത്രങ്ങളിലൊക്കെ 1 ആന മതി. ഇത്രയും മധ്യതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ 3 ആന ധാരാളം മതി. വലിയ മഹാക്ഷേത്രങ്ങളിൽ വലിയ പൂരങ്ങളും ഇതൊക്കെ നടക്കുമ്പോൾ മാക്സിമം 9 ആന, അതിൽ കൂടുതൽ ആനകളെയൊന്നും നിരത്തേണ്ട ഒരു കാര്യവും ഇല്ല. അത് വലിയ ആ പൂരത്തിന്റെ ആ കൊഴുപ്പ് കുറയ്ക്കാതിരിക്കാൻ വേണ്ടി ദേശീയ ഉത്സവം അല്ലെങ്കിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ആ ഉത്സവം അതിന്റെ കൊഴുപ്പ് നിലനിർത്താൻ വേണ്ടി ആവശ്യമുണ്ടായിട്ടല്ല, അത്യാവശ്യമായിട്ടല്ല, അത് അതിന്റെ ആ ഗാംഭീര്യം കുറയ്ക്കാതിരിക്കാൻ വേണ്ടി. അല്ലാതെ ചെറു ക്ഷേത്രങ്ങളിലൊക്കെ ആനയ്ക്ക് പകരം രഥോത്സവങ്ങൾ ആരംഭിക്കാം. തമിഴ്നാട്ടിലൊക്കെ എല്ലായിടത്തും രഥമാണ്. ഒരു ഉപദ്രവമില്ല, ആർക്കും ഉപദ്രവമില്ല. ആന വിരളുന്നില്ല, ആന ആരെയും ഉപദ്രവിക്കുന്നില്ല, അത്രയും കാശ് ചെലവുമില്ല. ഇവിടെ ഇപ്പൊ കേരളത്തിൽ എത്രയാ ഈ സീസണിൽ, ഈ വെയിലത്ത്, ഈ ചൂടില് ആന വിരളുന്നത്, ആന അപകടങ്ങൾ ഉണ്ടാക്കുന്നത് എത്രയാണ് ദിവസവും കാണുന്നത് നമ്മൾ. ഇതൊക്കെ കുറയ്ക്കണം. അപ്പൊ അത് അങ്ങനെ ഇരിക്കട്ടെ. 4ാമത്തെ പോയിന്റ്, കുടുംബങ്ങളുടെ ശിഥിലീകരണം ഒഴിവാക്കാൻ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം, കുടുംബ ഭദ്രതയ്ക്ക് പകരം ഉയരുന്ന അരാജക ചിന്തകൾ, അനവസരങ്ങളിലുള്ള വിദ്യാഭ്യാസ കുടിയേറ്റം, ആത്മഹത്യാ പ്രവണതകൾ എന്നിവ ഒഴിവാക്കാൻ പരിശ്രമിക്കും. കുടുംബങ്ങളിൽ സന്ധ്യാനാമ ജപം, സ്വാധ്യായം, ധാർമ്മിക ചിന്തയ്ക്കുള്ള അന്തരീക്ഷം, വ്രതാനുഷ്ഠാനങ്ങൾ എന്നിവയെ പോഷിപ്പിക്കാൻ നാം പരമാവധി ശ്രമിക്കും. ആരാ പറയുന്നത്? സന്യാസി സമൂഹമാണ് പറയുന്നത്. ഞങ്ങൾ പരമാവധി ശ്രമിക്കുമെന്നാണ്. അപ്പൊ ഇതൊക്കെ വെറുതെ ഇരിക്കലാണോ? ഓരോ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രവർത്തന പദ്ധതികൾ ഉണ്ടാവും. ഭാവിയിൽ അത് വരുന്ന 1 വർഷത്തേക്ക് വലിയ വലിയ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്.
അപ്പൊ കുടുംബങ്ങളുടെ ശിഥിലീകരണം, കാരണം നമ്മുടെ സനാതനധർമ്മം ഭാരതത്തിൽ നിലനിൽക്കുന്നത് കുടുംബം നിലനിൽക്കുന്നത് കൊണ്ടാണ്. കുടുംബ ബന്ധങ്ങളിലൂടെയാണ് ഈ ധർമ്മം നിലനിൽക്കുന്നത്. അപ്പൊ ആ കുടുംബ ബന്ധം ഇന്ന് അഴിഞ്ഞു ഒലഞ്ഞിരിക്കുകയാണ്, ഒരു വ്യവസ്ഥയും ഇല്ലാതായിരിക്കുകയാണ്. കുറെ ജന്തുക്കളുടെ കൂട്ടം ആയിട്ട് മാറിയിരിക്കുന്നു കുടുംബങ്ങൾ. അതും ന്യൂക്ലിയർ കുടുംബങ്ങളായും ഒക്കെ ചെറുതായി ഇപ്പൊ കുട്ടികളെ ഇല്ലാത്ത കുടുംബങ്ങളായി മാറിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ശിഥിലീകരണം ഒഴിവാക്കാൻ അതില് മദ്യത്തിനും മയക്കുമരുന്നിനുള്ളതായിട്ടുള്ള ആ വലിയ പങ്ക് അത് ചർച്ച ചെയ്തു. ആ മയക്കുമരുന്നിനെ ഇന്ന് പ്രൊമോട്ട് ചെയ്യുന്നത് ഈ രാഷ്ട്രീയക്കാർ തന്നെയാണ്. ഇവരുടെ സപ്പോർട്ടില്ലാതെ ഒരു മയക്കുമരുന്ന് ലോബിയും ഇവിടെ പ്രവർത്തിക്കില്ല. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ഏറ്റവും അധികം മയക്കുമരുന്നിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യുന്നത് ഈ ഭരിക്കുന്ന രാഷ്ട്രീയക്കാരാണ്. അവരുടെ സഹായം ഇല്ലാതെ ഇവർക്ക് സാധിക്കില്ല. ഈ മയക്കുമരുന്നിന്റെ ഉദ്ദേശം തന്നെ ഹിന്ദു സമൂഹത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതിന്റെ വിതരണക്കാര്, അതിന്റെ മൊത്തക്കച്ചവടക്കാരൊക്കെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അന്യമതസ്ഥരാണെന്ന്. ആ അന്യമതസ്ഥർ ഹിന്ദു കുടുംബങ്ങളെ ശിഥിലമാക്കാൻ വേണ്ടി ഹിന്ദു പെൺകുട്ടികളെ അടക്കം ആൺകുട്ടികളെയും ചെറുപ്രായത്തിൽ തന്നെ മയക്കുമരുന്നുകൾക്ക് അടിമകളാക്കി അവരെ മനോവൈകല്യമുള്ളവരാക്കി മാറ്റുക. അങ്ങനെ ഹിന്ദു കുടുംബങ്ങളെ ശിഥിലമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ജിഹാദാണ് ഇത്, ഡ്രഗ്സ് ജിഹാദ്. അത് പറഞ്ഞിട്ടുണ്ട്, പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്, പല ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞിട്ടുണ്ട്. ഡ്രഗ് ജിഹാദ് ഇതിവിടെ ഉണ്ട്. ഇത് സൗത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഈ 3 സംസ്ഥാനങ്ങളിലാണ് കൂടുതലായിട്ടുള്ളത്. അതിന് ഇവിടുത്തെ ഭരണ കക്ഷികൾ ഫുൾ സപ്പോർട്ടാണ്. അവർക്ക് അതിന് കോടികൾ പ്രതിഫലം കിട്ടും. ഇത് മുഴുവൻ വിതരണം ചെയ്യുന്നതിന് വേണ്ട സഹായം ചെയ്തു കൊടുത്താൽ പോലീസ് കേസെടുക്കാതെ, എക്സൈസ് കേസെടുക്കാതെ, എക്സൈസും പോലീസും വെറും കൈകെട്ടി നോക്കി നിൽക്കുന്നത്, വെറും സാക്ഷികളാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഭരിക്കുന്നവർ അവർക്ക് അധികാരം കൊടുത്തിട്ടില്ല. അങ്ങനെ അതെല്ലാം നടക്കുന്നുണ്ട്. മദ്യം, മയക്കുമരുന്നുകളുടെ ഉപയോഗം, കുടുംബ ഭദ്രതയ്ക്ക് പകരം ഉയരുന്ന അരാജക ചിന്തകൾ, കുടുംബത്തിലുണ്ടാകുന്ന ഞാനോ മേലെ നീയെ മേലെ എന്നുള്ളതായിട്ടുള്ള കലഹങ്ങളും മറ്റ് പലതരത്തിലുള്ള വ്യഭിചാരങ്ങളും എല്ലാം കൊണ്ടും, അതുപോലെ അനവസരങ്ങളിലുള്ള വിദ്യാഭ്യാസ കുടിയേറ്റം. കുട്ടികൾ ഇവിടെ പഠിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ പോലും വേണ്ട, ഞങ്ങൾ പുറത്തുപോയേ പഠിക്കൂ എന്ന് പറഞ്ഞ് 12ാം ക്ലാസ് കഴിയുമ്പോഴേക്കും പുറത്തേക്ക് പോകുന്ന ഒരു പ്രവണത നമ്മുടെ കുട്ടികളിൽ കൂടി വരികയാണ്. ഇവിടെയും നല്ല പ്രൈവറ്റ് കോളേജുകളൊക്കെ ഇവിടെയും ഉണ്ട്. അതിലൊന്നും കുട്ടികളില്ല. അപ്പോൾ പല പ്രൈവറ്റ് കോളേജുകൾ നന്നായിട്ട് വെൽ മാനേജ്ഡ് ആയിട്ട് രാഷ്ട്രീയമില്ലാത്തതായിട്ടുള്ള കോളേജുകളൊക്കെ ഉണ്ട്. ഹിന്ദുക്കൾ നടത്തുന്ന കോളേജുകളുണ്ട്. അവിടെയും ആളുകളെ കിട്ടാനില്ല, അവരൊക്കെ പുറത്തു പോവാണ്. നല്ല എഞ്ചിനീയറിംഗ്, മെഡിക്കൽ ആയിട്ടുള്ള പ്രൊഫഷണൽ കോളേജുകളൊക്കെ ഇവിടെയുണ്ട്. അതിനെയൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഹിന്ദുക്കൾ നടത്തുന്നതാണെങ്കിൽ മറ്റു മതസ്ഥരും രാഷ്ട്രീയക്കാരും കൂടി ചേർന്ന് അതിനെ എങ്ങനെ ഉന്മൂലനം ചെയ്യാമെന്ന് ശ്രമിക്കുന്നുമുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ചിന്തിക്കുക. അപ്പൊ ഇങ്ങനെ വീട്ടിൽ നിത്യവും ചെയ്യേണ്ട, കുടുംബത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള, അതുപോലെ ആത്മഹത്യാ പ്രവണത ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുടെ ഇടയിലാണ്. കാരണം അവരുടെ അരക്ഷിത ബോധമാണ്, നിരാശയാണ്, പല കാര്യങ്ങളിലുള്ള നിരാശയാണ്, സാമ്പത്തിക പ്രശ്നങ്ങൾ, അതുപോലെയുള്ള അരക്ഷിത ബോധം. ഇതിനൊന്നും ആത്മഹത്യകൾ കൂടിക്കൂടി വരുന്നതായിട്ടുള്ളൊരിതാണ്. അപ്പൊ അതിനൊക്കെ നമ്മൾ ആശ്വാസം കൊടുക്കുന്ന രീതിയിൽ അവരെ ചേർത്ത് പിടിക്കാനായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം, നോക്കാം. അതുപോലെ സന്ധ്യാനാമജപം വർദ്ധിപ്പിക്കണം, സീരിയലുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സ്വാധ്യായം ചെയ്യിക്കണം, ധാർമ്മിക ചിന്ത എല്ലാവരുടെ ഇടയിൽ ഉണ്ടാവണം, വ്രതാനുഷ്ഠാനങ്ങളെ നമ്മൾ പോഷിപ്പിക്കണം. ഇതിനൊക്കെ വേണ്ടി ശ്രമിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും ആരും ചർച്ച ചെയ്യാതെ വെറുതെ ഒരു ഷർട്ടിന്റെ കാര്യത്തിൽ തൂങ്ങിക്കിടക്കണം എല്ലാവരും. തുടർന്ന് ക്ഷേത്രാചാരങ്ങളുടെ പേരിൽ നടക്കുന്ന തൂക്കം, മേൽവസ്ത്ര നിരോധനം, സാധനാ പദ്ധതി എന്ന നിലയിൽ ഗുരുപദേശം കൂടാതെ സമൂഹത്തിൽ തെറ്റായ മാതൃകകൾ സൃഷ്ടിക്കുന്ന മദ്യമാംസാദികളുടെ ഉപയോഗം എന്നിവ ഒഴിവാക്കുകയും ശാസ്ത്രീയമായ അനുഷ്ഠാനങ്ങൾ പിന്തുടരാനും പ്രചരിപ്പിക്കാനും ആവും വിധം ശ്രദ്ധിക്കുകയും ചെയ്യും. ഇതാണ് ഈ വിവാദമുണ്ടായിട്ടുള്ള വിഷയത്തില്. ഇതിൽ മുഴുവൻ വായിക്കണം. ഇപ്പോൾ വിവാദം ചെയ്യുന്നവര് ക്ഷേത്ര ആചാരങ്ങളുടെ പേരിൽ നടക്കുന്ന തൂക്കം, മേൽവസ്ത്ര നിരോധനം. തൂക്കം എന്നുള്ളത് ചില പ്രത്യേക ദേശങ്ങളിൽ, പ്രത്യേക ക്ഷേത്രങ്ങളിലുള്ളതായിട്ട് ചില വഴിപാടുകളായിട്ട് നടക്കുന്നതായിട്ടുള്ള പരിപാടികളാണ്.
അതിനുവേണ്ടി വ്രതമിരുന്ന് അവരുടെ മുതുകത്തുള്ളതായിട്ടുള്ള തോലിനെ മസാജ് ചെയ്ത് പാകപ്പെടുത്തി കാലങ്ങളെ കൊണ്ട് തഴമ്പുണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി അതിൽ കൊളുത്തുകളിട്ട് ചില ചാടുകളിൽ തൂക്കിക്കിടത്തിക്കൊണ്ടുള്ള പബ്ലിക്കായിട്ടുള്ള പ്രദർശനം വഴിപാടായിട്ട് നടത്തുന്നത് എത്രയോ കാലമായി എത്രയോ മഹാത്മാക്കൾ അതിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കുട്ടികളെ പോലും, പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ പോലും അവരുടെ സമ്മതം കൂടാതെ നിർബന്ധിച്ചു ചെയ്യിക്കുന്നതിനാണ് പ്രധാനമായിട്ടും അഭിപ്രായ വ്യത്യാസമുള്ളത്. കുട്ടികളെ നമ്മൾ ബലം പ്രയോഗിച്ചുകൊണ്ട് ഒരു തരത്തിലും ഇങ്ങനെയുള്ള പീഡ ഏറ്റുവാങ്ങുന്നതായിട്ടുള്ള ഒരു കാര്യവും ചെയ്യിക്കരുത്. ഒരുവന് സ്വയം പീഡിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്വയം പീഡിപ്പിക്കുന്നത് മനുഷ്യ സഹജമായിട്ടൊരു സ്വഭാവമാണ്. അങ്ങനെ ആശ്വാസം കിട്ടുകയാണ് അവർക്ക്. ഇപ്പൊ നമുക്ക് വളരെ പ്രിയപ്പെട്ടവര് മരിക്കുമ്പോൾ നമ്മൾ മാറത്തടിച്ച് നിലവിളിച്ച് കരയും. സ്വന്തം മാറത്താണ് അടിക്കുന്നത്, അവനവനെ പീഡിപ്പിക്കുകയാണ്. അതിനവന് സ്വാതന്ത്ര്യമുണ്ട്. ഇതുപോലെ ഈ വഴിപാടുകൾ ചെയ്യുന്നതിൽ സ്വാതന്ത്ര്യം ഇല്ല എന്നല്ല. പക്ഷെ എന്താ, ഇതിങ്ങനെ നിരന്തരം സമൂഹത്തിന്റെ മുമ്പിൽ പ്രദർശന വസ്തുവായി കാണുന്തോറും ആളുകൾക്ക് അതില് മനസ്സുണ്ടാവും. ഇങ്ങനെയുള്ളത് ഏത് കാലത്ത് തുടങ്ങിയതെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ആദ്യകാലത്തൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഏതെങ്കിലും അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുള്ളതായിരിക്കും. അത് ഒരാൾ കാണിക്കുമ്പോൾ അടുത്ത വർഷം എനിക്കും ഇതുപോലെ കാണിക്കണം, എനിക്കും ഇതുപോലെ വഴിപാട് ചെയ്യണം എന്ന് തോന്നലുണ്ടാവണം. ഇപ്പൊ നമ്മുടെ ദേശങ്ങളിലൊന്നും അതില്ലല്ലോ. എന്തുകൊണ്ട്? ഇവിടെ കാണാനില്ല, ഇവിടെ പ്രദർശിപ്പിക്കുന്നില്ല. ഇവിടെ കാണാനില്ലാത്തതുകൊണ്ട് ആർക്കും അത് അങ്ങനെ ഒരു വ്രതം എടുക്കണമെന്ന് തോന്നുന്നില്ല. ചില ദേശങ്ങളില് ചില ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതാണ് പ്രധാന വഴിപാട് എന്ന് വരുത്തി തീർക്കുന്നത് കൊണ്ടാണ് അതിലേക്ക് ആളുകൾക്ക് മനസ്സുണ്ടാവുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ വിവേകപൂർവ്വം ആലോചിക്കട്ടെ. അതൊന്നും നിർബന്ധപൂർവ്വം നിർത്തലാക്കാനൊന്നും ഇവിടെ പറഞ്ഞില്ല. ചിന്തിക്കേണ്ടതാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആർക്കും നിർബന്ധപൂർവ്വം നിർത്തലാക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഗവൺമെന്റ് ഇടപെട്ട് നിരോധിക്കും. അത് നമുക്ക് സമ്മതമല്ല. നമ്മുടെ കാര്യങ്ങളിൽ നമ്മുടെ ആചാര്യന്മാരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് വേണം കാര്യങ്ങൾ നടക്കാൻ. അല്ലാതെ സെക്കുലർ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഹൈന്ദവ ആചാരങ്ങളെ നിരോധിക്കാൻ ഇടപെടുന്നത് ശരിയല്ല. അത് നമുക്ക് സമ്മതമല്ല. അവര് സെക്കുലറായിട്ട് ഇരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെ കാര്യത്തിലും ഇടപെടണം. ഇവിടെ ചെറു കുട്ടികളെ ചേലാകർമ്മം എന്ന് പറഞ്ഞ സുന്നത്ത് കർമ്മം വിധേയമാക്കുന്നുണ്ട്. ചെറിയ കൊച്ചു കുഞ്ഞുങ്ങളെ അവരുടെ സമ്മതം കൂടാതെ അത് നിർത്തലാക്കാൻ ഈ സെക്കുലർ ഗവൺമെന്റിന് ധൈര്യമുണ്ടോ? അതുപോലെ മറ്റ് പല അനാചാരങ്ങളും പലയിടത്തും നടക്കുന്നുണ്ട്. അതിലൊന്നും തലയിടാൻ ധൈര്യമില്ല. ഹിന്ദുക്കളുടെ ആചാരങ്ങളിൽ മാത്രം അവർ തലയിടേണ്ട കാര്യമില്ല. അപ്പൊ അവരെ നമ്മൾ ഇതിലേക്ക് വിളിക്കുന്നില്ല. നിങ്ങൾ മാറി നിൽക്കൂ, നിങ്ങൾക്കിവിടെ യാതൊന്നുമില്ല. ആചാര്യന്മാർ, അറിവുള്ളവർ തീരുമാനിക്കട്ടെ. അപ്പോൾ ഈ കാര്യത്തിലും അതുപോലെ മേൽവസ്ത്ര നിരോധനം എന്നുള്ളത് ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യമാണ്. ക്ഷേത്രത്തിൽ നമ്മൾ ആരാധനയ്ക്കായിട്ട് തൊഴാനായിട്ട് പോകുന്നതായിട്ടുള്ള സമയത്ത് ഇവിടെ ഷർട്ടിട്ട് പ്രവേശനമില്ല എന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രമുള്ളതായിട്ടുള്ളൊരു നിയമമാണ്. മറ്റു നമ്മൾ തമിഴ്നാട്ടിൽ പോയാലും ഇഷ്ടംപോലെ നമുക്ക് പോകാം. തമിഴ്നാട്ടിൽ റയറായിട്ട് 1-2 ക്ഷേത്രങ്ങളിൽ മാത്രം ഷർട്ട് ഊരേണ്ട നിയമങ്ങളുണ്ട് തോന്നുന്നു. അത് നമ്മുടെ കേരളത്തിൽ നിന്ന് പഠിച്ചെടുത്തതാണ് അവർ. അല്ലാതെ നമുക്ക് മധുരയിലാണെങ്കിലും രാമേശ്വരത്താണെങ്കിലും മറ്റ് ഏത് സ്ഥലത്താണെങ്കിലും ഷർട്ട് ഇട്ടിട്ട് തന്നെ പോകണം. നമ്മുടെ മോദിജി ദർശനം ചെയ്യുന്നത് കണ്ടില്ലേ? ഇവിടെയൊക്കെ രാമേശ്വരത്താണെങ്കിലും മധുരയിലാണെങ്കിലും ഒക്കെ ഷർട്ട് ഇട്ടിട്ട് തന്നെ ഉള്ളിലോട്ട് പോയത്. നമുക്കും ഒക്കെ ഷർട്ട് ഇട്ടിട്ട് ആർക്കും പോകാം. പാൻറ് ഇട്ടിട്ട് പോകാം. സഭ്യമായ വസ്ത്രം, അതാണ് വേണ്ടത്. അസഭ്യം എന്ന് പറയുന്ന ആളുകളുടെ ഉള്ളില് നെറ്റി ചുളിപ്പിക്കുന്ന, മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന, വികൃതമായ, സമൂഹത്തിന് എന്താ പറയുക, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള അങ്ങനെയുള്ള വസ്ത്രങ്ങളെ നിരോധിക്കാൻ. നമ്മളിപ്പോൾ തിരുപ്പതിയിൽ നടക്കുന്നത് വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. തിരുപ്പതിയിൽ പണ്ട് എല്ലാ വസ്ത്രവും ഇടാൻ അനുവാദം ഉണ്ടായിരുന്നു. അങ്ങനെ ആയപ്പോൾ എന്തായിച്ചാൽ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന പിള്ളേര് ബർമുട ഇട്ടിട്ട്, ചെറിയ പെൺകുട്ടികൾ, നല്ല തടിയും കൊഴുപ്പുള്ളതായിട്ടുള്ള പെൺകുട്ടികൾ ചെറിയ എന്താ പറയുക ട്രൗസറുകൾ ഇട്ടിട്ടും, ബർമുട പോലും അല്ല, ഇറുകി പിടിച്ചതായിട്ടുള്ള ട്രൗസർ ഇട്ടിട്ടും മറ്റുമൊക്കെ ക്ഷേത്ര ദർശനം ചെയ്യുന്നു. അത് വളരെ
ഈ വലിയ തിരക്കുള്ളിടത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അവിടെ ഭഗവാനെ തൊഴാൻ വന്നവരുടെ മുഴുവൻ ശ്രദ്ധ മാറി അവരുടെ ഉള്ളിലെ കലുഷിതമായ വേണ്ടാത്ത ചിന്തകളൊക്കെ വരും. ആ ഒരു സെറിനിറ്റി, ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള ഭവ്യത, പവിത്രത, അത് കളയുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കരുത്. അത് സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് പറയാം. ഇപ്പൊ ഗുരുവായൂരിൽ സൽവാർ കമ്മീസ് ഉപയോഗിക്കാൻ അനുവാദം കൊടുത്തു. അത് സഭ്യമായിട്ടുള്ളതാണ്. സാരിയേക്കാളും സേഫാണ്, സ്ത്രീകൾക്ക് സൗകര്യമാണ്, ശരീരം മുഴുവൻ കവർ ചെയ്യുന്നതാണ്, വളരെ സൗകര്യമാണ്. മറ്റത് സാരിയൊക്കെ അവിടെയും ഇവിടെയൊക്കെ മാറിപ്പോവും. തിരക്കുണ്ടെങ്കിൽ ചിലപ്പോൾ പിടിയും വലിയൊക്കെ ആയിട്ട് എന്താ പറയുക, മുകളിലിട്ടിരിക്കുന്ന മുന്താണിയൊക്കെ ആരെങ്കിലും കൊണ്ടുപോകും. പാഞ്ചാലി വസ്ത്രാക്ഷേപമൊക്കെ നടക്കും. അപ്പൊ അതിനൊക്കെ ചുരിദാർ പോലെയുള്ളതായിട്ടുള്ള വസ്ത്രങ്ങൾ വളരെ സൗകര്യമാണ്. അപ്പൊ സഭ്യം എന്നുള്ളതാണ് നമ്മളവിടെ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഏറ്റവും സഭ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ. ഇപ്പൊ എല്ലായിടത്തെയും വസ്ത്രരീതി ഒരുപോലെയല്ല. അതുപോലെ തലമുറകൾ കഴിയുമ്പോൾ മാറി വരുന്നുണ്ട്. അപ്പോഴും നമ്മൾ സഭ്യമായത് എന്ന് പ്രത്യേകം ഒരു സങ്കല്പം വെച്ചുകൊണ്ട് അത് ഏതൊക്കെ സഭ്യം എന്ന് നിശ്ചയിക്കണം. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ നെറ്റി ചുളിപ്പിക്കുന്നതും കാമചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്നതുമായിട്ടുള്ള രീതിയിലുള്ള വസ്ത്രങ്ങൾ ബാൻ ചെയ്യാം തീർച്ചയായിട്ടും. അപ്പൊ ഷർട്ട് ഇടുന്നത് എന്തിനെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള ജനറേഷനിൽ, തലമുറയിൽ പുതിയ കുട്ടികൾ എല്ലാവരും ഷർട്ട് ഇട്ടിട്ടാണ് വീട്ടിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത്. അവിടെ എത്തുമ്പോൾ അവർക്ക് ഷർട്ട് ഊരാൻ മടിയുള്ളത് കൊണ്ട് ക്ഷേത്രത്തിന്റെ പുറത്തു നിന്ന് അവർ മടങ്ങുകയാണ്. അപ്പൊ വരും തലമുറ ഇങ്ങനെ അകന്നകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികളെ കൂടി അടുപ്പിക്കാനുള്ള, ഓൾ ഇൻക്ലൂസീവ് ആക്കാനുള്ളതായിട്ടുള്ള, നാളെ അവർ ബർമുടയിടണം എന്ന് പറഞ്ഞു, ചെരുപ്പിടണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാല് അതൊന്നും അനുവദനീയമല്ല. അതൊന്നും ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള പവിത്രതയ്ക്ക് പറ്റിയതല്ല. ചെരുപ്പ് ഇപ്പോഴും തമിഴ്നാട്ടിലും നോർത്ത് ഇന്ത്യയിലും എല്ലായിടത്തും ചെരുപ്പ് വെക്കാൻ പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ ഷർട്ട് ഇടുന്നവരൊക്കെ ചെരുപ്പിടുന്നുണ്ടോ? വെറുതെ അന്യായമായിട്ട് ഈ വേണ്ടാത്തത് പറയുക, കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്ന് പറയുക. എന്നാൽ നാളെ ഷർട്ടിന് പകരം സന്യാസിമാർ തന്നെ ഇതിനൊക്കെ അനുവാദം കൊടുക്കും, ചെരുപ്പിന് അനുവാദം കൊടുക്കും, ബർമുടയ്ക്ക് അനുവാദം കൊടുക്കും, ജീൻസ് കീറിയതൊക്കെ ഇടും, അതിനൊക്കെ അനുവാദം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതൊന്നും പറഞ്ഞിട്ടില്ല, അതൊന്നും സമ്മതമല്ല. ഒരു ചെറിയൊരു എന്താ പറയുക, അരുത് എന്ന് പറയുന്നതിനെ ഒന്ന് നീക്കി കൊടുക്കാനേ പറഞ്ഞുള്ളൂ ഈ ഒരു വിഷയത്തിൽ മാത്രം. അത് നിർബന്ധമില്ല, നിങ്ങൾ ഷർട്ട് ഇടാതെ പോകുള്ളൂ എന്ന് ആരെങ്കിലും പറയണമെങ്കിൽ അവരെ ഷർട്ട് ഇടിയിക്കാനും പറഞ്ഞില്ല. എനിക്ക് ഷർട്ട് ഇടാതെ ക്ഷേത്രത്തിൽ പോകുന്നതാണ് ഇഷ്ടം എന്നാരെങ്കിലും പറഞ്ഞാൽ അവിടെ ഷർട്ട് ഇട്ടിട്ടേ പ്രവേശനമുള്ളൂ എന്ന് എഴുതി വെക്കാനും പോകുന്നില്ല, ആരും തടയാനും പോകുന്നില്ല. അങ്ങനെ തന്നെയാണ് വടക്കേന്ത്യയിലും ഇവിടെ തമിഴ്നാട്ടിലൊക്കെ ഷർട്ട് ഇടാതെ പോകുന്നവരുണ്ട്. അവർക്ക് അങ്ങനെ പോയാലാണ് ഇഷ്ടം, അവർക്ക് അതാണ് സൗകര്യം, അതാണ് സന്തോഷം. അങ്ങനെ പോകുന്നതാണ് ഒരു ഫീൽ അവർക്ക് കിട്ടുന്നത്, ഭക്തി കിട്ടുന്നത്. അത് സമ്മതം തന്നെയാണ്, അതിനൊന്നും എതിരല്ല ആരും. നിങ്ങൾക്ക് ഷർട്ട് ഇടാതെ പോകണം എന്നാണെങ്കിൽ പൊക്കോളൂ. ഇനി കണ്ണൂരില് തളിപ്പറമ്പില് രാജരാജേശ്വര ക്ഷേത്രത്ത് മേൽമുണ്ട് പോലും പുതയ്ക്കാൻ പാടില്ല. എന്തുകൊണ്ടെച്ചാൽ അവിടുത്തെ സങ്കല്പം രാജരാജേശ്വരൻ എന്നാണ്. രാജരാജേശ്വരനെ കാണുമ്പോൾ ഭക്തന്മാര് ഭൃത്യന്മാരായി മേൽമുണ്ട് പോലും അരയിൽ കെട്ടിയിട്ട് വേണം പോകാൻ. അതൊരു മര്യാദ, അവിടുത്തെ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. അത് പാലിക്കാം നമുക്ക് എല്ലാവർക്കും. അവിടെ അത് നിയമമായി തന്നെ ഇരുന്നോട്ടെ. അതും പകലൊക്കെ പുരുഷന്മാർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ, അതും ഒരു നിയമമാണ്. സ്ത്രീകൾക്ക് രാത്രിയിലെ അവസാനത്തെ കുറച്ചു നേരം 8 മണിക്കോ മറ്റാണ് ഒരു പ്രവേശനം ഉള്ളത്. കുറച്ചു നേരേ ഉള്ളൂ പ്രവേശനം. അതും ഒരു നിയമമാണ്, അത് മാറ്റണം എന്നാരും പറഞ്ഞില്ല. പകല് മുഴുവൻ സ്ത്രീകളെ കയറ്റണം, അത് ആ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള നിയമമാണ്. നമ്മുടെ ശബരിമലയിൽ എങ്ങനെയാണോ യുവതികളെ മാത്രം, സ്ത്രീകളെ കയറ്റരുത് എന്ന് പറഞ്ഞിട്ടില്ല ശബരിമലയിൽ. ഇത്ര പ്രായം വരെ ഉള്ള കുട്ടികൾ, അതുപോലെ ഇത്ര പ്രായത്തിന് ശേഷമുള്ള അമ്മമാർ, അവിടെ സ്ത്രീകളെ നിരോധിച്ചിട്ടില്ല. സ്ത്രീ നിരോധനമല്ല അത്, സ്ത്രീ വിരോധവുമല്ല, സ്ത്രീ വിരുദ്ധമേ അല്ല. അവിടെ യുവതി എന്നുള്ളതായിട്ടുള്ളൊരു ഇതേ വെച്ചിട്ടുള്ളൂ. അത് ഭൂരിപക്ഷത്തിനും അത് തന്നെയാണ് അഭിപ്രായം. അതിനു വേണ്ടിയിട്ടാണ് ഹിന്ദുക്കൾ ഒന്നിച്ചു നിന്ന് പൊരുതിയത്.
അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഏതെങ്കിലും കാലത്ത് ഭൂരിപക്ഷം മാറി മറിയുമ്പോൾ നിയമങ്ങൾ മാറുകയാണെങ്കിൽ അപ്പം നോക്കാം നമുക്ക്. ഇപ്പോഴുള്ള ബഹുഭൂരിപക്ഷത്തിന്റെയും മൈൻഡ് സെറ്റ് ബ്രഹ്മചാരിയായി യോഗിയായി തപസ്വിയായിരിക്കുന്ന അയ്യപ്പന്റെ അടുത്തേക്ക് യുവതികളായിട്ടുള്ള സ്ത്രീകൾ പോകേണ്ടതില്ല എന്നുള്ളതായിട്ടുള്ള ഒരു നിയമം വെച്ചിരിക്കുന്നു. അത് നമുക്ക് സമ്മതിക്കാം. കാലം എല്ലാറ്റിനെയും മാറ്റിമറിക്കും. അത് മാറുമ്പോൾ മാറട്ടെ. അല്ലെങ്കിലും ഒരു 100 വർഷം മുമ്പുള്ള ശബരിമലയല്ല, അവിടെയുള്ള നിയമങ്ങളല്ല ഇപ്പോൾ ഉള്ളതൊക്കെ. എത്രയോ മാറി. എല്ലായിടത്തും മാറ്റം ഉണ്ടാവും. ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിവുള്ളതാണ് സനാതന ധർമ്മം. കാലാകാലങ്ങളിൽ എന്ത് മാറ്റം വേണമോ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇവിടുത്തെ പണ്ഡിതന്മാർ, ആചാര്യന്മാർക്ക് യാതൊരു മടിയും ഇല്ല. അതാണ് സനാതനധർമ്മത്തിന്റെ ഫ്ലെക്സിബിലിറ്റി. അതാണ് അതിന്റെ മഹത്വം. എന്ന് പറഞ്ഞ് നമുക്ക് നിർബന്ധിച്ചും വാശി പിടിച്ചും ശണ്ട കൂടിയും കലുഷിതമാക്കിക്കൊണ്ടൊരു നിയമവും കൊണ്ടുവരേണ്ടതില്ല. ഇത് അഭിപ്രായം പറഞ്ഞിട്ടേ ഉള്ളൂ. ഇത് നടപ്പിൽ വരുത്തേണ്ടത് ആരാണ്? അതാത് ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ടവരാണ്. ഇന്ന ക്ഷേത്രങ്ങൾ ഓരോരുത്തർക്ക് തീരുമാനിക്കാം, അവിടെയുള്ള ക്ഷേത്ര ഭാരവാഹികൾക്ക് തീരുമാനിക്കാം, നമുക്ക് ഈ ബോർഡ് എടുത്ത് കളയാം. അല്ലാതെ ആരുടെ തലയിലും അടിച്ചേൽപ്പിക്കൽ. സന്യാസിമാർക്ക് അതിനുള്ള പവറൊന്നുമില്ല. സന്യാസിമാർ ആജ്ഞ പുറപ്പെടുവിച്ചതല്ല, അതിനുള്ള പവറൊന്നുമില്ല. അതാ ഈ പറയുന്ന ആളുകൾ തന്നെ, ഹിന്ദു നേതാക്കന്മാരെന്ന് പറയുന്നവർ തന്നെ എതിർക്കുമ്പോൾ പിന്നെ സാധാരണ ജനം എതിർക്കാതിരിക്കും? വിവരമില്ലാത്ത സന്യാസിമാരെ കുറിച്ച് അറിവില്ലാത്ത, ഒരു പരിചയവുമില്ലാത്ത, അവരുടെ അറിവെന്താണ്, അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒന്നും ധർമ്മബോധമില്ലാത്ത മൂഢജനങ്ങൾക്ക് സന്യാസിമാരെ അംഗീകരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് സന്യാസിമാര് വിചാരിച്ചാൽ ഇവിടെ നേരിട്ട് ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. ആളുകളുടെ മൈൻഡ് സെറ്റിലേക്ക് ചില വിവേകം ചെയ്യാനുള്ള ചിന്തകൾ ഇട്ടുകൊടുക്കുക എന്ന് മാത്രമാണ് നമ്മളുടെ പ്രവൃത്തി. വിവേകം ചെയ്യുക, വിചാരം ചെയ്യുക, യുക്തമായത് തെരഞ്ഞെടുക്കുക. അല്ലാതെ അടിച്ചേൽപ്പിക്കാൻ നമുക്കാർക്കും ശക്തിയില്ല. വളരെ ന്യൂനപക്ഷമാണ് സന്യാസികൾ ഈ സമൂഹത്തിൽ. എന്ത് ചെയ്യാനാണ്? അപ്പൊ സന്യാസിമാർ വിചാരിച്ചാൽ ഇവിടെ മുഴുവൻ മാറ്റിമറിക്കാമെന്നൊന്നും നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല. അത്രയും വിഡ്ഢികളല്ല നമ്മൾ. അഭിപ്രായം ശാസ്ത്രത്തിന്റെ പ്രാമാണികത്വത്തിൽ വെച്ച് അഭിപ്രായം പറയുകയാണ്. അപ്പോൾ ഇന്ന് ക്ഷേത്രത്തില് ഏറ്റവും അധികം നിയന്ത്രണം ഉണ്ടാക്കുന്നത് തന്ത്രിമാരുടെ കീഴിലാണ്. അവരാണ് ഓരോ ക്ഷേത്രത്തിന്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നവര്. അവർക്ക് അറിവുള്ളവരാണെങ്കിൽ അവർ തീരുമാനിക്കട്ടെ. എല്ലാ ക്ഷേത്രത്തിലെ എല്ലാ തന്ത്രികളും മഹാപണ്ഡിതന്മാരാണെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. അവർക്ക് അവരുടെ ആ കുലത്തൊഴിൽ പോലെ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ആ വിദ്യ മാത്രം അവർ പഠിച്ചിട്ടുണ്ട്. അല്ലാതെ മൊത്തത്തിൽ സനാതനധർമ്മം എന്താണെന്നോ, എന്തിനു വേണ്ടിയാണ് ക്ഷേത്ര ആരാധനകളെന്നോ, ഏതൊക്കെ നമുക്ക് അനുവദിക്കാമെന്നോ ഏത് അനുവദനീയമല്ല എന്നോ ഉള്ളതായിട്ടുള്ള വലിയ ഗ്രാഹ്യത്യാജ്യ ബുദ്ധിയൊന്നും എല്ലാ തന്ത്രിമാർക്കൊന്നുമില്ല. നമുക്ക് പരിചയമുണ്ട്, ഒരുപാട് പേരെ അറിയാം. നല്ല പണ്ഡിതന്മാരായിട്ടുള്ളവരുണ്ട്, നല്ല അറിവുള്ള തന്ത്രിമാരുണ്ട്. അവർ നേതൃത്വം കൊടുക്കട്ടെ. അങ്ങനെയുള്ള അറിവുള്ളവർ മുമ്പോട്ട് വരട്ടെ, അവർ നേതൃത്വം കൊടുക്കട്ടെ. അല്ലാതെ വെറും പണമുണ്ടാക്കുന്നത് മാത്രം തന്ത്രമായി കൊണ്ടു നടക്കുന്ന ഒരുപാട് തന്ത്രിമാരുണ്ട്. നമ്മുടെയൊക്കെ പരിചയത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങള് ഒന്നിനും കൊള്ളാതെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഇതായിട്ട് കിടന്നിരുന്നതായിട്ടുള്ള പല ക്ഷേത്രങ്ങളും നവീകരിക്കാൻ അവിടുത്തെ നാട്ടുകാര് പാവം എല്ലാവരും കൂടി ഒത്തുകൂടി ആറ്റിക്കുറുക്കി നയാ പൈസകൾ ചേർത്ത് ആ ക്ഷേത്രത്തെ ഓരോ കഷ്ണമാക്കി പൂർത്തീകരിച്ച് വർഷങ്ങളെടുത്ത് പൂർത്തീകരിക്കും. അങ്ങനെ വർഷങ്ങളെടുത്ത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അതിന്റെ പ്രതിഷ്ഠാകർമ്മത്തിന് ഏതെങ്കിലും തന്ത്രിയെ വിളിക്കണം. കാരണം അവിടെ ഒരു തന്ത്രി എത്തി നോക്കിയിട്ടില്ല അത്രയും ദിവസം. ഒരു തന്ത്രി ഉണ്ടായിരുന്നില്ല അവിടെ. ആ തന്ത്രിക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല എങ്ങനെ ഒരു ക്ഷേത്രം പുനരുദ്ധരിക്കണമെന്ന്. അപ്പൊ ഇവര് ആരെങ്കിലുമൊക്കെ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തുന്നതായിട്ടുള്ള തന്ത്രിമാര് ഈ ക്ഷേത്രം നിർമ്മിക്കാൻ ചെലവായതിനേക്കാൾ എത്രയോ ഇരട്ടി പൈസ ഒരു കരാറ് പോലെ ഈ തന്ത്രകർമ്മങ്ങൾക്കായിട്ട് ആവശ്യപ്പെടുന്നതും, അത് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ പിന്നെയും വർഷങ്ങൾ നീട്ടേണ്ടി വരുന്നതായിട്ടുള്ള ഇതിന്റെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നീട്ടിക്കൊണ്ടുപോകേണ്ടി വരുന്ന ദുരവസ്ഥ നമ്മുടെ സമൂഹത്തില്, ഞങ്ങളൊക്കെ സമൂഹത്തിൽ ഇറങ്ങി ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് ധാരാളം കാണുന്നുണ്ട്. ഞാൻ തന്നെ ഈ പാലക്കാട് 6-7 ക്ഷേത്രങ്ങളുടെ നവീകരണത്തില് രക്ഷാധികാരിയാണ്, കോൺട്രിബ്യൂട്ടറാണ്.
പലതരത്തിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ്, എനിക്കറിയാം. എത്രയോ കാലമായി നമ്മൾ ഈ രംഗത്ത് ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ തന്ത്രിമാരെന്ന് പറയുന്നവര് ധനം സമ്പാദിക്കാനുള്ള അവരുടെ മുഖ്യ ലക്ഷ്യം വിട്ട് ജീവിക്കാൻ ധനം വേണം എല്ലാവർക്കും, നല്ല വരുമാനം ഉണ്ടായിക്കോട്ടെ, പക്ഷെ അത് ക്ഷേത്രങ്ങളെ തകർക്കുന്ന രീതിയിൽ, സമൂഹത്തെ നശിപ്പിക്കുന്ന രീതിയിൽ, സ്വാർത്ഥതയിൽ മാത്രം ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കാതിരിക്കട്ടെ. മൊത്തത്തിൽ ഹിന്ദു സമൂഹത്തിന് ഞങ്ങളെ കൊണ്ടാവുന്ന കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ഓരോ തന്ത്രിമാരും ജ്യോതിഷികളും ഇവരൊക്കെയാണ് ഈ ദൈവ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും വലിയ ചെലവുകളൊക്കെ ഉണ്ടാക്കി വെക്കുന്നവര്. ശരിയായ രീതിയിൽ ജനങ്ങൾക്ക് നല്ലതെന്താണെന്നും ക്ഷേത്രത്തിന് നിലനിൽപ്പിന് നല്ലതെന്താണെന്നും ചിന്തിച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ടി സ്വയം എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള മനസ്സുള്ളവരാവട്ടെ ഈ പറഞ്ഞ തന്ത്രിമാരും ജ്യോതിഷികളും ആചാര്യന്മാരും ഒക്കെ. അല്ലാതെ എനിക്ക് എന്ത് കിട്ടും, എനിക്ക് എന്ത് ഊറ്റിയെടുക്കാം, എന്ത് ചൂഷണം ചെയ്യാം എന്നുള്ള വിചാരമുള്ളവര് ആവരുത്. അപ്പൊ എല്ലാ തന്ത്രിമാരും ഒരുപോലെയുള്ളവരല്ല. അവരുടെ എന്താ പറയുക, സ്വന്തം ധനം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മാത്രം ധനം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന സമൂഹത്തിന് എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കൊരു വിരോധമില്ല എന്ന് കരുതിക്കൊണ്ട് സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് അവർ മാറ്റം വരുത്തണം. ഒരുപാട് അറിയുന്നതുകൊണ്ട് പറയാണ്. എല്ലാവരെയും അടച്ചു പറയാനും നമ്മളാണല്ല. നല്ലവരുണ്ട്, ഇഷ്ടം പോലെയുണ്ട്, എല്ലാ രംഗത്തും നല്ലവരുണ്ട്. നമ്മളെപ്പോഴും ഓൾ ഇൻക്ലൂസീവായിട്ട് എടുക്കരുത്. നല്ലവർ ഇഷ്ടം പോലെയുണ്ട്, അല്ലാത്തവർ ഭൂരിപക്ഷമുണ്ട് എല്ലാ രംഗത്തും. ഇപ്പൊ സന്യാസിമാരുടെ കാര്യം എടുത്താലും എല്ലാവരും തികഞ്ഞ സന്യാസധർമ്മത്തിൽ പ്രവർത്തിക്കുന്നവരൊന്നും അല്ല. പലരും ഉദരനിമിത്തം ബഹുകൃതവേഷ എന്നുള്ള രീതിയിൽ പണ്ടേ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാം തികഞ്ഞവരായിട്ട് ഒരു സമൂഹവും ഇല്ല. സമൂഹത്തില് നല്ലതും ചീത്തയുമുണ്ട്. അത് നമ്മൾ ഇൻഡിവിജ്വലി മാറ്റി തെരഞ്ഞെടുക്കണം, പറഞ്ഞെടുക്കണം. അല്ലാതെ മൊത്തത്തിൽ നമ്മൾ ആരെയും ആരോപിക്കുന്നില്ല. ജ്യോതിഷികൾ എല്ലാവരും കള്ളന്മാരാണ്, എല്ലാവരും ആളുകളെ വഞ്ചിക്കുന്നു എന്ന് പറയാൻ നമ്മൾ ആളല്ല. തന്ത്രിമാരും മറ്റ് പൂജാരിമാരും എല്ലാം തന്നെ ആത്മാർത്ഥതയുള്ളവരുണ്ട്. അവർ വിചാരിച്ചാൽ ഈ ക്ഷേത്രങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. അവർ വിചാരിക്കാം. തന്ത്രികൾ വിചാരിച്ചാൽ ഓരോ ക്ഷേത്രങ്ങളും എത്ര നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റും, എത്ര ജനപ്രിയങ്ങളായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഹിന്ദുധർമ്മത്തിന് വേണ്ടിയതായിട്ടുള്ള ഉദാഹരണത്തിന് വേണ്ടിയതായിട്ടുള്ള പ്രവൃത്തികൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് തന്ത്രികൾ ആലോചിക്കണം. തന്ത്രിമാർ വിചാരിച്ചാൽ പരിവർത്തനം നടത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയ ഒരു ചർച്ച കൊണ്ടൊന്നും തീരുന്നതുമല്ല. അപ്പോൾ ഉടനെ ഷർട്ടിടാൻ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ പാന്റും ജീൻസും ചെരുപ്പും എല്ലാം അനുവദിക്കാം. അവിടെ പൂജകന്മാരും ഷർട്ടിട്ടോട്ടെ, പഞ്ചവാദ്യം കൊട്ടുന്നവരും ചെണ്ടമേളം കൊട്ടുന്നവരും ഒക്കെ ഷർട്ടിടട്ടെ എന്നൊക്കെയുള്ള കമന്റുകളാണ് പറയുന്നത്. അതൊക്കെ വെറും വിഡ്ഢിത്തരമാണ്. ഒട്ടും ചിന്തയില്ലാതെ എന്തെങ്കിലും പുലമ്പുക എന്ന് മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിനകത്ത്, നമ്മുടെ കേരളീയ ക്ഷേത്രത്തിനകത്ത് പൂജിക്കുന്നവർ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് പോകുന്നത്. ഇവിടെ ക്യൂ നിൽക്കുന്നവർ ഒറ്റയ്ക്കല്ല. ഇവരുടെ തിരക്ക് കാരണമാണ് ഇവർക്ക് ശരീരത്തിലുള്ള വേർപ്പുകൾ പരസ്പരം പകർന്ന് പല ത്വക്ക് രോഗങ്ങളും വരാനുള്ള അവസരങ്ങളും മറ്റു പല രോഗങ്ങളും പിടികൂടാനുള്ള അവസരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അതുപോലെ പുരുഷന്മാരെ നഗ്നരായിട്ട് സ്ത്രീകളുടെ ശരീരത്തിൽ ചെന്ന് ഉരസുന്നതും ഒന്നും ശരിയല്ല. അപ്പൊ ക്ഷേത്രത്തിനകത്ത് പൂജിക്കുന്ന തന്ത്രിമാരോ പൂജകന്മാരോ അവർ ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രം തന്നെ ധരിക്കട്ടെ, അതിന് ആരും തടസ്സം പറഞ്ഞില്ല. അവരും കുറച്ച് സഭ്യമായ വസ്ത്രം ധരിക്കട്ടെ എന്നേ പറയാറുള്ളൂ. ചിലപ്പോ ചില ക്ഷേത്രത്തിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ചില ആളുകളെയൊക്കെ കണ്ടാൽ
ചില അസഭ്യമായിട്ട് തോന്നും നമുക്ക്. അപ്പൊ അത് ഉടനെ തിരിച്ചു പറയും, സന്യാസിമാർ നഗ്നരായിട്ട് നടക്കുന്നില്ലേ എന്ന്. സന്യാസിമാർ നഗ്നരായിരിക്കുന്നത്, എല്ലാ സന്യാസിമാരും നഗ്നരായിരിക്കേണ്ടവരാണ്. പക്ഷെ എല്ലാവരും സമൂഹത്തിന് വേണ്ടി വസ്ത്രം ധരിക്കുന്നവരാണ്. എല്ലാവരും നഗ്നരായിരിക്കേണ്ടവരാണ്. ഞങ്ങളൊക്കെ സന്യസിക്കുമ്പോൾ ആ വിരജാഹോമം കഴിഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് ശിഖയും ഉപവീതവും മേഖലയും എല്ലാം അറുത്ത് മുറിച്ച് എല്ലാ ബന്ധങ്ങളും വലിച്ചെറിഞ്ഞ് കൗബീനവും അഴിച്ചു കളഞ്ഞ് ഗംഗയിൽ മുങ്ങി അവിടുന്ന് നഗ്നരായി വടക്കോട്ട് പോകുന്നവരാണ്. അപ്പൊ അങ്ങനെ നഗ്നരാണ് സന്യാസിമാരെല്ലാം ഒറിജിനലി. പിന്നെ എന്തിനാ വസ്ത്രം എന്ന് വെച്ചാൽ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട്, സമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി വസ്ത്രം ധരിച്ചിരിക്കുന്നു. അത് കാലത്തിനനുസരിച്ച് നമ്മളൊക്കെ സഭ്യമായിട്ടുള്ള വസ്ത്രം, എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുന്നു. എല്ലാവരും ഒരുപോലെയല്ല. അപ്പൊ അതുപോലെ ക്ഷേത്രത്തിലെ പൂജകന്മാരും നല്ല സഭ്യമായിട്ടുള്ള രീതിയിൽ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. പല ക്ഷേത്രങ്ങളിലും ശാന്തിക്കാരുടെ വസ്ത്രം കണ്ടാൽ അലക്കിയിട്ട് മാസങ്ങളായിട്ടുണ്ടാവും. എണ്ണയും കരിയും പിടിച്ച് അവരുടെ എല്ലാം കയ്യിലുള്ളതൊക്കെ അവിടെ തുടച്ച് വളരെ അവരെ നാറുണ്ടാവും ഈ വസ്ത്രം കാരണം. കാരണം അവര് ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ അതെടുത്തൊടുക്കും, അവിടുന്ന് പുറത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ നല്ല വസ്ത്രം ധരിച്ചിട്ട് പോകും. അങ്ങനെ കാണുന്നവരുണ്ട്. നമ്മൾ വിവരമില്ലായ്മ. ക്ഷേത്രത്തിനകത്തേക്ക് ഏറ്റവും പരിശുദ്ധമായി കുളിച്ച് നല്ല വസ്ത്രത്തോടെ പ്രവേശിക്കുന്നതിന് പകരം ക്ഷേത്രത്തിനകത്തേക്ക് വരുമ്പോൾ ഈ കരിയും ചെളിയും പിടിച്ചതായിട്ടുള്ള വസ്ത്രം ധരിക്കുന്ന നാട്ടുംപുറത്തുള്ളതായിട്ടുള്ള അറിവില്ലാത്ത ചെറിയ ഉപജീവനമായിട്ട് ശാന്തി നടത്തുന്ന ആൾക്കാർ, നല്ലോണം പൂജ ചെയ്യാൻ പോലും അവർക്കൊന്നും അറിയില്ല. ഒരു വഴിപാടായിട്ട് എന്തൊക്കെയോ നടത്തിക്കൊണ്ടു പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള ചെറിയ ക്ഷേത്രങ്ങളൊന്നും ഏറ്റെടുക്കാൻ ഈ പറഞ്ഞ തന്ത്രിമാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോ ഒന്നും തയ്യാറുമല്ല. കാരണം അവിടെ വരുമാനമില്ല. വരുമാനമുള്ള ക്ഷേത്രങ്ങളിലാണ് ഇവരൊക്കെ തിരക്കുന്നത്. അവിടെ അധികാരം പിടിക്കാനും അവിടുന്ന് പരിപാടികൾ നടത്താനും അതിലൂടെ കൂടുതൽ പൈസ സമ്പാദിക്കാനുമാണ് ഇവരിൽ പലരുടെയും ശ്രമം. ചെറിയ ചെറിയ ക്ഷേത്രങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ ഈ സമൂഹം ശ്രമിക്കണം, ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം, എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കണം. ആരെയും നിന്ദിക്കാതെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വഴിപാട് രീതികളുണ്ട്. ദേശത്തിനും കാലത്തിനും സമ്പ്രദായത്തിനും അനുസരിച്ച്, പാരമ്പര്യത്തിനനുസരിച്ച് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഗുരുക്കന്മാർ ഉപദേശിക്കുന്ന രീതിയിൽ അവരുടെ ആരാധനകൾ ചെയ്യട്ടെ. അതാണ് ഗുരൂപദിഷ്ടം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഗുരൂപദിഷ്ടമായ മാർഗത്തിൽ അത് എന്താ പറയുക, ബലികൾ കൊടുക്കുകയാണെങ്കിലും ആയിക്കോട്ടെ. ശാക്തേയ സമ്പ്രദായത്തിലെ, കൗള സമ്പ്രദായത്തിലെ, അതുപോലെ ഈ പറഞ്ഞ സമ്പ്രദായങ്ങളിലൊക്കെ ഈ കോഴിയെ ബലി കൊടുക്കുന്നതും ആടിനെ ബലി കൊടുക്കുന്നതുമായിട്ടുള്ള പല സമ്പ്രദായങ്ങളുണ്ട്. അതൊക്കെ ഇന്നും വടക്കേന്ത്യയിലും നടക്കുന്നുണ്ട്. ഗയയില് മംഗളഗൗരി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ കാമാഖ്യയിലോ ബംഗാളിലെ കാളിഘട്ടിലോ ഒക്കെ പോയാൽ അവിടെ ദിവസം ആയിരക്കണക്കിന് ആടുകളെ ബലി കൊടുക്കുന്നത് കാണാം. ഇതൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം സമ്പ്രദായ പ്രകാരമാവട്ടെ, ഒരു ക്രൂരകൃത്യമായിട്ടും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടും ആവാതെ വഴിപാടായിട്ട് ഗുരുക്കന്മാർ പറയുന്ന രീതിയിൽ സമ്പ്രദായമായിട്ട് നിലനിൽക്കട്ടെ. കാരണം നമ്മുടെ സനാതനധർമ്മം ഇങ്ങനെയുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ധർമ്മമാണ്. എല്ലാ വൈവിധ്യങ്ങളും ഉൾക്കൊള്ളാൻ വിശാലമാണ് സനാതനധർമ്മം. അത് നിങ്ങളും എല്ലാവരും മനസ്സിലാക്കണം. ആരെയും നമ്മൾ അകറ്റി നിർത്തുകയോ നിന്ദിക്കുകയോ ഏതെങ്കിലും ഒരു ആചാരത്തെ നീചം എന്ന് പറയുകയോ ചെയ്യരുത്. സാത്വികം, രാജസം, താമസം, ഇങ്ങനെ 3 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാമെന്നല്ലാതെ ഉത്തമം, മധ്യമം, അധമം എന്നുള്ള സ്വഭാവം നമ്മൾ ആ വാക്കുകൾ ഉപയോഗിക്കരുത്. ഉത്തമം, മധ്യമം, അധമം എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. സാത്വികം, രാജസം, താമസം ആരാധനാ സമ്പ്രദായങ്ങൾക്ക് ഈ 3 സമ്പ്രദായങ്ങളാണ്. സാത്വികം, രാജസം, താമസം. അതിൽ താമസത്തിലാണ് ഈ ഹിംസകളൊക്കെ കൂടുതലായിട്ട് വരുന്നത്. അത് നമ്മുടെ പ്രാചീനമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അത് ഗുരുപരമ്പരയിൽ നിന്നവർ ഉൾക്കൊള്ളട്ടെ. അപ്പോ വാദ്യക്കാരും ചെണ്ടക്കാരും ഒക്കെ ഷർട്ടിടട്ടെ എന്ന് പറയുന്നത് പരിഹാസമാണ്. അവരിപ്പോ
എങ്ങനെ ചെയ്യുന്നുവോ അത് അങ്ങനെ തന്നെ തുടരട്ടെ. നല്ല ഐശ്വര്യമാണ് അവരങ്ങനെ നിന്ന് അത് ചെയ്യുന്നത് കാണാൻ. ഇനി അതൊരു ഷർട്ടിട്ടാലും, നല്ല മുണ്ടെടുത്ത് നല്ല ഷർട്ടിട്ട് ഒരു മേൽവേഷ്ടി ഇട്ടാലും ഭംഗിക്കുറവൊന്നുമില്ല. തമിഴ്നാട്ടിലൊക്കെ ഈ നാദസ്വരക്കാരങ്ങനെയാണ്. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നാദസ്വരമാണ് പ്രധാനം. ആ നാദസ്വരക്കാരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നല്ല ജുബ്ബ, നല്ല ചന്തമായിട്ടുള്ള ജുബ്ബ ഇട്ടിട്ടുണ്ടാവും, നല്ല മുണ്ടെടുത്തിട്ടുണ്ടാവും, നല്ല കരയുള്ള വേഷ്ടി ഇട്ടിട്ടുണ്ടാവും, നല്ല സ്വർണ്ണമാലകളൊക്കെ ഇട്ട് നല്ല ചന്തക്കാരായിട്ട് നിൽപ്പുണ്ടാവും. ഒരു സുന്ദരന്മാരായിട്ട് നല്ല സഭ്യമായിട്ടുള്ള വസ്ത്രമാണ്. പക്ഷെ ഈ നാദസ്വരം പോലെയുള്ളതല്ല മറ്റ് ചെണ്ട പോലെയുള്ള വാദ്യങ്ങൾ. അതിന് കുറച്ച് എന്താ പറയുക, പരിശ്രമം കൂടുതലുണ്ട്. അപ്പോൾ വിയർപ്പ് കൂടുതൽ വരും. അപ്പോ ഇവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നിട്ടാണ് കൊട്ടുന്നത്. മേലെ മേലെ ഞെരുങ്ങി നിൽക്കുന്നുമില്ല. തനിത്തനിയെ നിന്ന് കൊട്ടുമ്പോൾ അവരുടെ വിയർപ്പ് ഒഴിഞ്ഞു പോകാനും അവർക്ക് ചൂട് അധികം ബാധിക്കാതിരിക്കാനും വസ്ത്രം, മേൽവസ്ത്രം ഇല്ലാതെ അവരിപ്പോ ചെയ്യുന്ന പോലെ ചെയ്യുന്നതാണ് ഉത്തമം. ഇതൊക്കെ നമുക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മതി. കോമൺ സെൻസേ വേണ്ടു ഇതിനൊക്കെ. അല്ലാതെ ഒരു ഷർട്ട് ധരിച്ച് അകത്തേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വേണ്ടാത്തതൊക്കെ അതിലേക്ക് തള്ളിക്കയറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ഈ ഷർട്ട് ധരിക്കുകയാണെങ്കിൽ ഒരുപാട് ചെറുപ്പക്കാര് ക്ഷേത്രത്തിലേക്ക് വരാൻ തയ്യാറാവും. അതുപോലെ ക്ഷേത്രത്തിൽ തിരക്കുള്ളതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ക്യൂ നിൽക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. അതെല്ലാം വൃത്തിയുള്ള ഷർട്ടുകൾ ധരിക്കട്ടെ. ശബരിമല അയ്യപ്പന്മാര് വരുമ്പോൾ പല രീതിയിൽ വരുന്നവരുണ്ട്. ഷർട്ട് ഇടാതെ വരുന്നവരുണ്ട്, ഇട്ടിട്ട് വരുന്നവരുണ്ട്. ഇടാതെ വരുന്നവർ ഇടാതെ വരട്ടെ, ഇട്ടിട്ട് വരുന്നവർ ഇട്ടിട്ട് വരട്ടെ. അത് ഇങ്ങനെ ഊരി പകുതി തോളിൽ തൂക്കിക്കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ബനിയൻ അഴിച്ചുകൊണ്ട് ഒക്കെ നടക്കുന്നത് ബുദ്ധിമുട്ടാണ് പലർക്കും. അപ്പൊ ചിന്തിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് അനുബന്ധിച്ച് പറയാനുണ്ട്. അപ്പോൾ ഹിന്ദുക്കൾ നേരിടുന്ന മുഖ്യ പ്രശ്നം ഷർട്ടല്ല, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ക്ഷേത്രങ്ങളെ മോചിപ്പിക്കലാണ് മുഖ്യ പ്രശ്നം. ഹിന്ദുക്കളെ ഹിന്ദുക്കളാക്കലാണ് ഏറ്റവും പ്രധാനം. ഹിന്ദുക്കളെ ഹിന്ദുക്കളാക്കുക എന്ന് വെച്ചാൽ ഇവിടെ സർട്ടിഫിക്കറ്റിൽ മെജോറിറ്റിയാണ് ഹിന്ദു എന്നൊക്കെ പറയാം. പക്ഷേ ഒരു മൈനോറിറ്റി മാത്രമേ ഹൈന്ദവ ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുന്നവരുള്ളൂ. അതിൽ തന്നെ വളരെ ചുരുക്കം ആളുകളാണ് ഇതിന്റെ തത്വശാസ്ത്രങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സാധനകൾ ചെയ്യുന്നവരും മറ്റുമൊക്കെ. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ എന്നൊക്കെ പണ്ട് തൊട്ടേ ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഹൈന്ദവ സമൂഹത്തില് വലിയ മെജോറിറ്റി യാതൊരു ഹൈന്ദവ ധർമ്മവും അറിയാതെ ഉൾക്കൊള്ളാതെ ജന്തുക്കളായി അന്ധന്മാരായി ജീവിക്കുന്നവരാണ്. അവരെയാണ് മറ്റ് രാഷ്ട്രീയക്കാരും മറ്റ് മതസ്ഥരും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഹൈന്ദവ ധർമ്മത്തിനെതിരെ തന്നെ ശബ്ദിക്കുന്നതും ഈ കൂട്ടത്തിൽ ആൾപ്പെട്ട ഹിന്ദുക്കൾ തന്നെയാണ്. അറിവില്ലാത്ത ഹിന്ദുക്കളാണ്. ആ കൂട്ടത്തില് ഹിന്ദുക്കളുടെ ഭടന്മാരെന്ന് കരുതി മുമ്പിൽ നിൽക്കുന്ന ആളുകൾ ആചാര്യന്മാരെ സന്യാസിമാരെയൊക്കെ നിന്ദിക്കാനായിട്ട് പുറപ്പെടരുത്. കുരുത്തക്കേടാണ്. അങ്ങനെയുള്ള കുരുത്തക്കേട് സമ്പാദിച്ചാൽ ജീവിതത്തിൽ മുന്നേറാൻ പറ്റില്ല. അത് വെറും അഹങ്കാരത്തിന്റെ പ്രകടനമായിട്ടേ സാധാരണക്കാരൊക്കെ കരുതുള്ളൂ. അവനവന് ഉള്ള വില പോയി കിട്ടും. ആരെങ്കിലും ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ പോലും നിങ്ങളോടുണ്ടായിരുന്നതായിട്ടുള്ള ഗുരുത്വം, ഏതെങ്കിലും തരത്തിലുള്ള ബഹുമാനം ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. ഇയാൾ ഇങ്ങനെയുള്ള ഒരു അഹങ്കാരിയാണ്, സന്യാസിമാരെ പോലും നിന്ദിക്കുന്ന ആളാണ് എന്നുള്ള പേര് ദോഷം ഉണ്ടാക്കി വയ്ക്കും. അതുകൊണ്ട് അതിന് പറ്റുമെങ്കിൽ ചെയ്ത എന്താ പറയുക, അവതരിപ്പിച്ച വാക്കുകളെ പിൻവലിച്ച് സന്യാസി സമൂഹത്തോടും ഹിന്ദു സമൂഹത്തോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക. പറ്റുമെങ്കിൽ ക്ഷമാപണം ചെയ്യാമെങ്കിൽ ചെയ്യാം. ഒന്നും നിർബന്ധമില്ല. ഒക്കെ അവനവന്റെ സ്വാതന്ത്ര്യമുണ്ട്. ഹിന്ദുധർമ്മം എന്ന് പറഞ്ഞാൽ പൂർണ്ണ സ്വതന്ത്രമാണ്. അതുകൊണ്ട് അറിവുള്ളവർ, ഈ കേട്ടിട്ടുള്ളവരൊക്കെ ഈ ഒരു പോസ്റ്റ് വേണമെങ്കിൽ ധാരാളം പങ്കുവെക്കുക, ഷെയർ ചെയ്യുക. അങ്ങനെ വേണ്ടവരുടെയൊക്കെ ചെവിയിൽ എത്തട്ടെ. എല്ലാ വിവാദങ്ങളും കെട്ടടങ്ങട്ടെ. ഹിന്ദു സമൂഹം ഒന്നായി ഒറ്റക്കെട്ടായി നിന്ന് അവരുടെ ധർമ്മരക്ഷ ഉറപ്പുവരുത്തട്ടെ. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് സമയം വൈകി, ഞാൻ നിർത്തുന്നു. ഹരി ഓം. ഇത് പറയാതിരിക്കാനായില്ല. 2-3 ദിവസം ഇതിങ്ങനെ
പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പറയാതിരിക്കാനാവില്ല. എനിക്ക് കുറേ എഴുതിക്കൂട്ടാനൊന്നും വയ്യ. എഴുതൽ എനിക്ക് മടി പിടിച്ച പണിയാണ്. പ്രത്യേകിച്ച് എൻ്റെ ഈ ഫേസ്ബുക്കിൽ ഞാൻ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ, മലയാളം ടൈപ്പിംഗ് എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പറഞ്ഞു തീർത്തു. കുറേ പറഞ്ഞു, ഇനിയും കുറേ പറയാനുണ്ട്. നമുക്ക് സന്ദർഭം വരുമ്പോഴൊക്കെ ചർച്ച ചെയ്യാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. പരമാവധി പങ്കുവെക്കുക. ഹരി ഓം.